السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلينا من أنفسنا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. അൽഹംദുലില്ലാ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തത് 121 ആയത്താണ് അല്ലേ. ഒരുപാട് എന്താ പറയാ ഖുർആൻ തിലാവയുടെ ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ കണ്ടു. എല്ലാവരും ആ ഒരു കാര്യത്തിൽ ട്രാക്ക് കയറിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ അതിനു വേണ്ടിയാണ് ഈ ആഴ്ച ഗ്രൂപ്പ് ഓപ്പൺ ആക്കി വെച്ചത്. ഓക്കെ, അതുകൊണ്ട് എക്സാമും കൂടെ നമ്മൾ തൽക്കാലം നിർത്തി വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള 2 ലെസൺസ്, അതായത് ലെസൺ ലൈറ്റ് ഒന്നുമല്ല, ലൈറ്റ് ആണെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ റിപ്പീറ്റഡ് ആയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നും കൂടെ ബനു ഇസ്രായേലിന് മുമ്പ് പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്ന 2 ആയത്തുകളാണ് ഇന്ന് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പഴയ അത് കേട്ട ആ ഒരു ഭാഗം, അതായത് 40 ആയത്ത് മുതൽ കേട്ട സ്റ്റുഡൻസിന് ഇത് പുതുമയുള്ള ഒന്നും ഒരു കാര്യവും ഇതിനകത്ത് ഉണ്ടാവില്ല. ജസ്റ്റ് റിലാക്സ് ചെയ്ത് ലെസൺസ് ഒക്കെ കേട്ട് റിവിഷൻ ആക്കിയിട്ടിരിക്കുക. പുതിയ സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച, അതായത് ഇന്നലത്തെ ക്ലാസ് ഏതായാലും ലെസൺസ് മാത്രമായിരുന്നു, നമുക്ക് പുതിയ ആയത്തുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നത്തതും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് മൺഡേ എക്സാം ഇല്ല. പകരം നമ്മൾ അടുത്ത ആഴ്ചത്തെ ലെസന്റെ കൂടെ ഈ 2 ആയത്തിന് 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ ആയത്ത് പുതിയതൊന്നും ഇല്ല, പുതിയ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഇതിനകത്ത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പം 122ഉം 23ഉം ആണ് ഇൻഷാ അല്ലാഹ്. അപ്പം ആദ്യം 122ാമത്തെ ആയത്ത്. يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين. സെയിം ആയിട്ട് നമ്മൾ കണ്ടതാണ് അല്ലെ. ഇസ്രായേൽ സന്തതികളെ, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹവും ജനവിഭാഗങ്ങളിൽ നിങ്ങളെ ഞാൻ ഉത്കൃഷ്ടരാക്കിയതും നിങ്ങൾ ഓർക്കുക. വേർഡ് അനാലിസിസ് നോക്കാം. യാ ബനി ഇസ്രായേൽ എന്താണ്? ഇസ്രായേൽ സന്തതികളെ അല്ലേ. ബ നൂൻ യ ബനി. ഉദ്കുറു നിങ്ങൾ ഓർക്കുവിൻ. ദാൽ കാഫ് റോ ദക്റ ഓർക്കുക. ദിക്ർ നിങ്ങൾ ഓർക്കുവിൻ. ഇവിടെ അതൊരു കമാൻഡാണ്, ഫെഴൽ അമ്രാണ്. കമാൻഡുകൾ വരുമ്പം, അതായത് ഫെഴൽ അമ്ര വരുമ്പം എന്തായാലും അത് നീ, അതായത് ഹുവയും ഹുമ്മും ഒന്നും ഉണ്ടാവില്ല കമാൻഡിന്റെ കാര്യത്തിൽ അല്ലേ. നമ്മൾ ഒരാളോട് കൽപ്പിക്കുമ്പം അവിടെ അൻത അൻതും അൻതി അൻതുന്ന മാത്രമേ വരുള്ളൂ. അൻത അൻതുമ അൻതും അൻതി അൻതുമ അൻതുന്ന. അതായത് നീ ഒരാൾ, ഒരു പുരുഷൻ ചെയ്യ്, നിങ്ങൾ 2 പുരുഷന്മാർ ചെയ്യ്, നിങ്ങൾ പുരുഷന്മാരെല്ലാവരും ചെയ്യും. അല്ലെങ്കിൽ നീ ഒരു സ്ത്രീ ചെയ്യ്, നിങ്ങൾ 2 സ്ത്രീകൾ ചെയ്യ്, അല്ലെങ്കിൽ നിങ്ങൾ സ്ത്രീകൾ എല്ലാവരും ചെയ്യ്. ആ ഒരു 6 ഫോമേ എപ്പോഴും കമാൻഡിന്, കൽപ്പനക്ക് ഉണ്ടാവുള്ളൂ, ഫെഴൽ അമ്രൽ. ഓക്കെ, അപ്പം ഇവിടെ ഉസ്കുറു എന്ന് പറയുന്നത് അൻതും, നിങ്ങൾ എല്ലാവരും. നമുക്കറിയാം ഒരു വലിയ സമൂഹത്തിന്, അത് ആണും പെണ്ണും ഉള്ള സമൂഹത്തിനെ ആവുമ്പോൾ നമ്മൾ അത് പുല്ലിംഗ ബഹുവചനത്തിലാണ് ഉപയോഗിക്കുക അല്ലെ. ഹും, അവർ ആണെങ്കിൽ ഹും, അല്ലെങ്കിൽ നിങ്ങൾ ആണെങ്കിൽ അൻതും, അതിലാണും പെണ്ണും ഉണ്ടാവും. അപ്പം നിങ്ങൾ എല്ലാവരും ചെയ്യും. ബനു ഇസ്രായേലിന്റെ അടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ എല്ലാവരും ഓർക്കൂ. ഉസ്കുർ എന്ന് പറഞ്ഞാൽ നീ ഓർക്കൂ, ഉസ്കുറു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഓർക്കും. നമുക്ക് അടുത്തത് ഫെഴൽ അമ്രാണ്, ജസ്റ്റ് ടിപ്സിൽ കവർ ചെയ്യാനുള്ളത്. അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള പോലെ പറയുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ യാ ബനി ഇസ്രായേൽ, അല്ലയോ ഇസ്രായേൽ സന്തതികളെ, ഉസ്കുറു നിങ്ങൾ ഓർക്കുവിൻ. നിഅമതി, നിഅമതിയ, നിഅമതി, അത് നിഅമത്ത് പ്ലസ് യാ ആണ്. അതായത് എന്റെ അനുഗ്രഹത്തെ, അവസാനം അവിടെ ഒരു ദമീർ മുത്തസിൽ ആഡ് ചെയ്താണ്, എന്റെ അനുഗ്രഹത്തെ. അല്ലത്തി, യാതൊരു അനുഗ്രഹം. ഏത് അനുഗ്രഹമാണ്? അൻഅംതു, ഞാൻ അനുഗ്രഹിച്ച. അത് അൻഅംതു എന്ന് പറയുന്നത് നമുക്കറിയാം ഫിഅല് മാദിയാണ് അല്ലെ. ഫഅൽതു, ഫഅലയുടെ ഫോമാറ്റ് ഫഅൽതു എന്ന് പറഞ്ഞാൽ അവിടെ സബ്ജക്റ്റ് ആരാണ്? ഞാൻ, അന. ഓക്കെ, ഫഅൽതു പോലെയാണ് അൻഅംതു, ഞാൻ അനുഗ്രഹിച്ച. അല്ലത്തി അൻഅംതു, ഞാൻ അനുഗ്രഹിച്ചതായ എന്തോ അല്ലെ. അപ്പം അത് ആ നിഅമത്തുകളൊക്കെ നിങ്ങൾ ഓർക്ക് എന്ന് പറയാണ്. അലൈക്കും, നിങ്ങളുടെ മേലെ. അല പ്ലസ് കും. കും ഇവിടെ എന്താ? ദമീർ മുത്തസിലാണ്. കും, നിങ്ങൾ എല്ലാവരും അല്ലെ. ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. വ അന്നി, വ എന്ന് പറയുന്നത് ആൻഡ്, അത് അതിന്റെ തൊട്ട് മുമ്പുള്ളതിനോട് കൂട്ടി എഴുതുന്നതാണ് വ. അൻ പ്ലസ് ഇ. അൻ എന്ന് പറഞ്ഞത് എന്ന് എന്നുള്ള അർത്ഥം. ഇ എന്ന് പറഞ്ഞാൽ ഞാൻ. ഓക്കെ, വ അന്നി, ഞാൻ എന്നതും. ഫവൽതുക്കും,
ഇവിടെയും ഫദ്ദൽതു, അൻഅംതു ഒരേ ഫോമാറ്റ് ആണ്. ഫഅൽതു ഫോമാറ്റ്, ഞാൻ ശ്രേഷ്ഠരാക്കി. ഫള് എന്താണ് അല്ലേ, ഭയങ്കര ഏറ്റവും ഹൈ ലെവലുള്ള സംഭവമാണ് ഫദ്ൽ എന്ന് പറയുന്നത്. അപ്പം ഞാൻ നിങ്ങളെ എന്താക്കി, ശ്രേഷ്ഠരാക്കി. ഫദ്ദൽതു ഫിഅ്ൽ മാദി, ഫഅൽതു ഫോമാറ്റ്, സബ്ജക്റ്റ് അന, അതിന്റെ കൂടെ ഒരു കും ഉണ്ട്, നിങ്ങളെ. ഈ കും എപ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും അല്ലേ. ഇവിടെ സബ്ജക്റ്റ് ആരാണ്, കർത്താവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ കുമ്മിൽ ചെന്ന് നിൽക്കാറുണ്ട് പലപ്പോഴും അല്ലേ. ഇവിടെ കർത്താവ് അനയാണ്, അള്ളാഹു ആണ് അല്ലെ. ഫദ്ദൽതു, ഫഅൽതു, അപ്പം അന ഞാൻ ശ്രേഷ്ഠനാക്കി, കും നിങ്ങളെ. അപ്പൊ ഇവിടുത്തെ കർത്താവ് ആരാണ്, അന ആണ്. അപ്പൊ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സാമിൽ ഇടാറുണ്ട്. നമ്മൾ ഗ്രാമർ ടിപ്സിൽ കവർ ചെയ്തത് കൊണ്ട് തന്നെയാണ് ഇടുന്നത്. ഓക്കെ, അപ്പൊ ഗ്രാമർ ടിപ്സ് മിസ്സായവര് മെല്ലെ സമയം എടുത്തിട്ട് ആ ലെസൺസ് ഒക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. അതുവരെ ആ ഒരു പാർട്ടിന് മാർക്ക് കുറവാണെങ്കിൽ കുറഞ്ഞോട്ടെ. കാരണം നമ്മൾ ഇത് ഈ മാർക്കൊന്നും കൊണ്ട് എവിടെയും പോകാനല്ല, ആരെയും ബോധിപ്പിക്കാനല്ല, നമ്മൾ പഠിച്ചോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിന് മാർക്ക് കിട്ടുന്നില്ല, എന്നാ ഞാൻ എക്സാം എഴുതുന്നില്ല, എന്നാ ഞാൻ പഠിക്കുന്നില്ല എന്ന് വിചാരിക്കേണ്ട. എന്ത് ചെയ്യുക, അതും കൂടെ മാർക്ക് കിട്ടാൻ വേണ്ടി ടാർഗറ്റ് ചെയ്യാം. മെല്ലെ മെല്ലെ ആ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഹെൽപ്പ് വേണമെങ്കിൽ നമ്മളെ ഗ്രൂപ്പിൽ തന്നെ പല സിസ്റ്റേഴ്സും റിവിഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. അവരെ ഹെൽപ്പിന് വേണ്ടിയിട്ട് സമീപിക്കുക. എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ നസീറിനെ കോൺടാക്ട് ചെയ്താൽ മതി എല്ലാവരും. ഓക്കെ, അപ്പം ഫദ്ദൽതുക്കും എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ശ്രേഷ്ഠമാക്കി. അല മേൽ, ആലമീൻ നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീന്റെ സമയത്ത് പറഞ്ഞതാണ് അല്ലെ. ലോകമുള്ള സകല ലോകരെക്കാളും അല്ലെങ്കിൽ എല്ലാ മനുഷ്യരെക്കാളും ഞാൻ നിങ്ങളെ ശ്രേഷ്ഠരാക്കി. നമുക്ക് തഫ്സീർ നോക്കാം. യാ ബനി ഇസ്രായേൽ, അല്ലയോ ബനി ഇസ്രായേലെ, ഉസ്കുറു നിഅമതി, നിങ്ങൾ എൻ്റെ അനുഗ്രഹങ്ങളെ ഓർക്കുക. അല്ലത്തി അൻഅംതു അലൈക്കും, നിങ്ങളുടെ മേൽ ഞാൻ അനുഗ്രഹിച്ചതായ അനുഗ്രഹങ്ങൾ. ഓക്കെ, വ അന്നി ഫദ്ദൽതുക്കും, ഞാൻ നിങ്ങളെ ശ്രേഷ്ഠരാക്കി, അലൽ ആലമീൻ, ലോക ജനതയുടെ മുന്നിൽ. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ബനു ഇസ്രായേലിന്റെ അടുത്ത് പറയാണ്, നിങ്ങളെ ഞാൻ എല്ലാരെക്കാളും മേലെയായിട്ട് തെരഞ്ഞെടുത്തല്ലേ. നിങ്ങളായിരുന്നു തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർ, സ്പെഷ്യൽ നിഅമത്തുകൾ തന്ന ആളുകളാണ് നിങ്ങൾ. അതുകൊണ്ട് ഉസ്കുറു നിഅമതി, നിങ്ങൾ എൻ്റെ നിഅമത്തുകളെ ഓർക്ക് അല്ലെ. എന്തായിരുന്നു ബനു ഇസ്രായേലിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത സ്പെഷ്യൽ നിഅമത്ത് അല്ലെങ്കിൽ നിഅമത്തുകൾ ഒരുപാടുണ്ടായിരുന്നു അല്ലെ. അവർക്ക് ഐഹികമായതും ദീനീപരമായതും, അതായത് ഈ ലോകത്തിൻ്റെതായ അനുഗ്രഹങ്ങളും അവർക്ക് ഒരുപാട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദീന്റെ ഹിദായത്ത് പരമായിട്ടുള്ള അനുഗ്രഹങ്ങളും അവർക്ക് ഒരുപാട് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. എന്തായിരുന്നു അവരുടെ മെയിൻ ബ്ലെസ്സിങ്? അവർക്ക് കൊടുത്തതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വ അന്നി ഫദ്ദൽതുക്കും അലൽ ആലമീൻ, ഞാൻ നിങ്ങളെ ഏറ്റവും ശ്രേഷ്ഠരാക്കി തെരഞ്ഞെടുത്തു അല്ലെ. ലോകത്തിന്റെ മേലെ നിങ്ങളെ ശ്രേഷ്ഠരാക്കി തെരഞ്ഞെടുത്തു. എല്ലാരെക്കാളും കൂടുതൽ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ചൂസ് ചെയ്തു, പ്രിഫർ ചെയ്തു ഞാൻ നിങ്ങളെ അല്ലെ, മറ്റുള്ളവരെ എല്ലാരെക്കാളും മേലെ. അപ്പം അവർക്ക് കൊടുത്ത ദീനീപരമായിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ അവരിലേക്ക് ഒരുപാട് പ്രവാചകന്മാർ അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഐഹികമായിട്ടുള്ള ഒരുപാട് സുഖങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം ഫിർഔൻ അവരെ അടിമത്തത്തിലേക്ക് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കായിട്ട് ഒരു പ്രവാചകനെ അയച്ച് അവരെ രക്ഷിച്ചു അല്ലെ. അവരെ കടല് പിളർത്തി അവരെ സേഫാക്കി ഇക്കരെ അടുപ്പിച്ചു. അതൊന്നും ഒരു ലോക ചരിത്രത്തിൽ ഒരാൾക്കും കിട്ടിയിട്ടില്ലാത്ത, ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്, എത്രയോ ആളുകൾ അടിമത്തത്തിന്റെ പേരിലും പീഡനങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട് അന്നും ഇന്നും. വേറെ ഒരു കൂട്ടരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള നിഅമത്ത് കൊടുത്തിട്ട് ഹെൽപ്പ് ചെയ്തിട്ടില്ല. അതിനുശേഷം അവർക്ക് മന്നയും സൽവയും കൊടുത്തു അല്ലെ. അവര് കാരണം അതൊരു മരുഭൂമി പോലെയുള്ള സ്ഥലമായിരുന്നു. അവർക്ക് തർബിയയുടെ സമയമാണ് അല്ലെ. തർബിയത്ത് കിട്ടേണ്ട, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗറാത്ത് അയച്ചു കൊടുത്ത അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ട സമയമാണ്. അപ്പം അവര് നഷ്ടപ്പെട്ടു പോയത്, അല്ലെങ്കിൽ അവർക്ക് പ്രയാസം ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മന്നയും സൽവയും അയച്ചു കൊടുത്തു അല്ലെ. അവർക്ക് വെള്ളം വേണമെന്ന് പരാതി പറഞ്ഞപ്പം അവർക്ക് 12 അരുവികൾ, ഓരോ ഗോത്രത്തിനും ഓരോ അരുവികൾ അല്ലെ. അഷ്റത്തു ഐന, ഇസ്നത്ത അഷ്റത്തു ഐന നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പൊ ഓരോ ഗോത്രത്തിനും ഓരോ അരുവി എന്നുള്ള രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. അങ്ങനെ ഒരുപാട് ഐഹികമായിട്ടുള്ളതും പ്ലസ് ദീനീപരമായിട്ടുള്ള അല്ലെ, പ്രവാചകന്മാരെ കൊടുത്തിട്ടും ഗ്രന്ഥങ്ങൾ കൊടുത്തിട്ടും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്തു. എന്തുകൊണ്ടാണ് അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ ചൂസ് ചെയ്തത്? കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അള്ളാന്റെ കിതാബ് അല്ലെ, അള്ളാന്റെ നിയമങ്ങളെ ഹുക്മ ഫോളോ ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മറ്റുള്ളവരിലേക്ക്
പകർന്നു കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിരുന്നു. അല്ലെ, ഒരു വലിയ ഉത്തരവാദിത്തം കൊടുക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനനുസരിച്ച് ഫേവേഴ്സും കൊടുക്കും. അത് തിരിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് വലിയ ഫേവേഴ്സ് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും അനുസരണയുള്ള അടിമകളാവാനും മറ്റുള്ളവരെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുസരണയുള്ള അടിമകളാക്കാനുമുള്ള ഉത്തരവാദിത്വം അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്, അല്ലെ. അപ്പം നമ്മളുടെ റോൾ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുക, അതേപോലെ മറ്റുള്ളവരെയും അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുക. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ബനൂ ഇസ്രായേലിന് ശരിക്കും കറക്റ്റ് ഹിദായത്ത് കൊടുക്കുകയും ചെയ്തു. അവര് മറ്റുള്ളവരെ ഹിദായത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുകയും ചെയ്തു. പക്ഷെ അവരെന്താ ചെയ്തത്? അവര് നന്ദിയുള്ളവരായിരുന്നോ? ഒരിക്കലുമില്ല. അവർ ഒരു നിഅമത്തും കണ്ടതായിട്ട് നടിച്ചിട്ടേ ഇല്ല. സുബ്ഹാനല്ലാഹ്. നമ്മള് കഴിഞ്ഞ പല ആയത്തുകളിലും കണ്ടതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത പല 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 നിഅമത്തുകളും. ആ ഓരോ സിറ്റുവേഷനിലും അവര് അനുസരണ കാണിക്കുന്നതിന് പകരം അവര് കൂടുതൽ 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 ധിക്കാരികളാവുന്നതും നമ്മൾ കണ്ടതാണ്, അല്ലെ. ഓരോ സെറ്റ് ഓഫ് ആയത്തുകളിലും ഓരോ ലെസൺസ് ആയിരുന്നു അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കാര്യങ്ങളും അവരതിനെ ഇഗ്നോർ ചെയ്തിട്ട് അതിനേക്കാളും മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. അതുപോലെ അള്ളാഹ് തന്നതാണല്ലോ അൽഹംദുലില്ലാ എന്ന് കാണിക്കേണ്ട സ്ഥലത്ത് ഇതാണോ, അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത് ചെയ്യട്ടെ, അള്ളാഹ് ഇത് ചെയ്യട്ടെ, മൂസ അത് ചെയ്യെന്ന് പറഞ്ഞിട്ട് കൂടുതൽ 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 ഡിമാൻഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാ, അല്ലെ. കഴിഞ്ഞ കുറെ ആയത്തുകളിൽ നമ്മൾ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ, അള്ളാഹു ദീനിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അവർ കൂടുതൽ ദീൻ തന്നെ അവരുടെ മേലെ കൂടുതൽ പ്രയാസകരമാക്കുന്ന പല സിറ്റുവേഷൻസും നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെ. ഒരു പശുവിനെ അറക്കാൻ പറഞ്ഞ സമയത്ത് അവർക്കത് ചെയ്യാതിരിക്കാനുള്ള ത്വര ഉള്ളിലുള്ളത് കൊണ്ട് അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ മറ്റേതാണോ മറിച്ചതാണോ എന്ന് ചോദിച്ചിട്ട് അവർ ദീനിനെ കൂടുതൽ പ്രയാസപ്പെടുത്തുകയും അങ്ങനെ ദീനിൽ നിന്ന് അവർ അകന്ന് പോവുകയും ചെയ്യുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ പറയുമ്പോഴും നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ നമ്മളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരണം കേട്ടോ. ഏതിലെങ്കിലും ഞാൻ പെടുന്നുണ്ടോ, നമ്മൾ ആസ് എ സമൂഹം നമ്മൾ ഇതിന് പെട്ടു പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ അവർ ദീനിൽ നിന്ന് അകന്നു പോകുന്ന ഓരോ സിറ്റുവേഷനിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് പല പരീക്ഷണങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നു, അല്ലെ. അവരെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട്, അവരൊന്ന് പിടിച്ചു കുലുക്കാൻ വേണ്ടിയിട്ട്, അവരൊന്ന് ഉണർത്താൻ വേണ്ടിയിട്ട്. കാരണം മിക്കവാറും നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പരീക്ഷണങ്ങളും തന്നെ നമ്മളെ ഒന്ന് പിടിച്ചു കുലുക്കാൻ, നമ്മളെ ഓർമ്മപ്പെടുത്താൻ, നമ്മളെ ഉണർത്താൻ വേണ്ടിയിട്ടുള്ളതാ. നീ വന്നത് ഇതിനല്ല, നീ വന്നത് ഇതിനകത്ത് പെട്ട് കിടക്കാനല്ല എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്തിന്റെ ഭാഗമായിട്ട്, അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അനുഗ്രഹങ്ങൾ, അത് പരീക്ഷണങ്ങളാകുന്ന അനുഗ്രഹങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അവരതൊന്നും റിയലൈസ് ചെയ്തിട്ടില്ല. എന്നിട്ടും അവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തിട്ടില്ല, അല്ലെ. നമ്മളിപ്പോഴും നമ്മൾ തൊട്ടു മുമ്പേ പറഞ്ഞൊരു കാര്യമാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് അനുഗ്രഹം ആയിക്കോട്ടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഉത്തരവാദിത്വം നമ്മുടെ മേലുണ്ട്, അല്ലെ. നമുക്ക് അള്ളാഹു എന്ത് നിഅമത്താണോ തന്നത് ആ നിഅമത്ത് അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മളെ മേലുണ്ട്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ഇതൊക്കെ ചെയ്ത് കുറെ സമയം അവർക്ക് കൊടുത്ത്, കുറെ അനുഗ്രഹങ്ങൾ കൊടുത്ത്, അത് അവരതിനെ പുച്ഛിച്ചും പരിഹസിച്ചും തള്ളിയിട്ടും വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത്, അവരതിനെ ചോദ്യം ചെയ്തിട്ട് വീണ്ടും വീണ്ടും അള്ളാഹു അവസരങ്ങൾ കൊടുത്ത്, അല്ലെ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ കൊടുത്ത് അവരെ, ചില പരീക്ഷണങ്ങൾ അള്ളാഹു കൊടുത്തിട്ട് പിൻവലിച്ച പരീക്ഷണങ്ങളും ഉണ്ട്, അല്ലെ. നമ്മൾ അതൊക്കെ കണ്ടതാ അവരുടെ കാര്യത്തില്. അവരെ ഇടുത്തി വന്ന് അവരെ മരിച്ചു വീണിട്ട് അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച സാഹചര്യങ്ങൾ, അല്ലെ. വലിയ തെറ്റുകൾ ചെയ്തിട്ട്, ഷിർക്ക് പോലുള്ള തെറ്റുകൾ ചെയ്തിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടും അവർ കണ്ടിന്യൂസ്ലി അവരുടെ വഴികേടൽ തുടർന്നപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ അനുഗ്രഹങ്ങളെ മെല്ലെ എടുത്തങ്ങോട്ട് മാറ്റിക്കളഞ്ഞു. അള്ളാഹു എങ്ങനെയാണ് അവരിൽ നിന്ന് അവരുടെ അനുഗ്രഹങ്ങളെ എടുത്തു മാറ്റിയത്? അവര് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളായിരുന്നു, അല്ലെ. പക്ഷേ അവരിലേക്ക് അവസാനത്തെ ഒരു പ്രവാചകനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ചപ്പോൾ അത് അവരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു അയച്ചില്ല. കാരണം അത്രയും കാലം അവരിൽ വന്ന എല്ലാ പ്രവാചകന്മാരും ബനൂ ഇസ്രായേലിൽ പെട്ടതായിരുന്നു, അല്ലെ. ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിന്റെ മക്കൾ, യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ സന്തതി പരമ്പരയിൽ പെട്ടതായിരുന്നു ആ സമയം വരെ വന്ന എല്ലാ പ്രവാചകന്മാരും. പക്ഷെ അവസാനത്തെ പ്രവാചകനെ അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടുന്ന് അയച്ചു? ബനി ഇസ്മായിലിലെ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ, അതായത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ രണ്ട് മക്കളാണ് ഇസ്മായിൽ അലൈഹി ഇസ്ലാമും ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമും, അല്ലെ. അപ്പം ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ സന്തതി പരമ്പരയിൽ നിന്നാണ് അവസാനത്തെ പ്രവാചകനെ അയച്ചത്. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ മാത്രല്ല എന്റെ ഹിദായത്തിന് അർഹർ. നിങ്ങൾക്ക് മാത്രം തരാനുള്ളതല്ല ഈ ഹിദായത്ത്, നിങ്ങൾക്ക് മാത്രം തരാനുള്ളതല്ല ഈ സ്പെഷ്യൽ സ്റ്റേറ്റസ്.
ഇതായിരുന്നു അവരെ കുറിച്ച് തന്നെ വിചാരിച്ചു വെച്ചത് അല്ലേ. അവര് വിചാരിച്ചു ഇതെന്താ ഞങ്ങൾക്ക് മാത്രമുള്ളതാണ്, ഇത് ഞങ്ങൾ ആർക്കും കൊടുക്കുകയില്ല. സുബ്ഹാനല്ലാഹ് അല്ലേ. അതുകൊണ്ട് അവര് എന്താണ് ദഅവയും ചെയ്തിട്ടില്ല. അവരവരുടെ ദീൻ അവരുടെ അടുത്ത് തന്നെ വെച്ചു. ഇത് ഞാൻ മാത്രം നന്നായാൽ മതി, എന്റെ സ്വർഗം മാത്രം നന്നായാൽ മതി, എനിക്കും എന്റെ മക്കൾക്കും മാത്രം മതി എന്ന് വിചാരിച്ചു. അവര് വേറെ ആർക്കും കൊടുത്തുമില്ല. സുബ്ഹാനല്ലാഹ്. അവര് സംഭവമാണെന്ന് വിചാരിച്ചു ബാക്കിയുള്ളവരൊക്കെ ഒന്നൊന്നും ഇവരെന്താ പറഞ്ഞു കൊടുക്കണ്ടേ അല്ലേ. കാര്യം അവർക്ക് ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്താലല്ലേ ആൾക്കാർക്ക് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. പക്ഷെ അവരെന്ത് ചെയ്തു, അവരെ കയ്യിൽ തന്നെ വെച്ചു. ഞങ്ങൾ ഭയങ്കര സംഭവങ്ങളാണെന്ന് വിചാരിച്ചിട്ട് അവരെ കയ്യിൽ തന്നെ വെച്ചു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല അവരിലേക്ക് ബനൂ ഇസ്രായേലിൽ നിന്നല്ലാതെ ഒരു പ്രവാചകനെ അയച്ചു. അപ്പം അവരുടെ അനുഗ്രഹങ്ങൾ എടുക്കപ്പെട്ടു എന്ന് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്ന രീതിയിലായിരുന്നു അത്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു കാര്യം പറയുമ്പം നമ്മൾക്ക് വേണ്ട ഒരു ലെസൺ ഇതിനകത്ത് ഭയങ്കരമായിട്ടുണ്ട് അല്ലേ. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പറയുന്ന പല കാര്യങ്ങളിലും, അതായത് നമ്മളുടെ ദഅവ, നമ്മൾ മറ്റുള്ളവർക്ക് ദഅവ കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് അപ്പം നമ്മളെല്ലാവരും ഒന്നും ഒരു വലിയ പൊതുസമൂഹത്തിന് ദഅവ കൊടുക്കുന്നവരായിക്കോണമെന്നില്ല. നമ്മുടെ വീട്ടിലുള്ളവർക്ക്, നമ്മളുടെ കുടുംബത്തിന്, മക്കൾക്ക്, സുഹൃത്തുക്കൾക്കൊക്കെ ദഅവ കൊടുക്കുന്നവരായിരിക്കാം അല്ലേ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദഅവ കൊടുക്കുമ്പോൾ നമുക്ക് വന്നു പോകുന്ന ഒരു അറോഗൻസ് ഉണ്ട്, ഒരു കിബിർ, ഒരു പ്രൈഡ് ഉണ്ട്. ഞാൻ ഇങ്ങനെയാണല്ലോ, അവരെന്താ അങ്ങനെ, ഞാൻ ഇത് ചെയ്യുന്നുണ്ടല്ലോ, അവരെന്താ ചെയ്യാത്തെ, ഞാൻ എത്ര പ്രാവശ്യമായി പറയുന്നു, അവരെന്താ. സുബ്ഹാനല്ലാഹ് അല്ലേ. ഒരു കാര്യം വിചാരിക്കുക, ഈ ഞാൻ ചെയ്യുന്നതെല്ലാം എന്റെ ഹിദായത്ത് അള്ളാന്റെ നെഹമത്താണ്. ഇന്ന് എനിക്കത് തരാൻ ചൂസ് ചെയ്തതാണ് അല്ലെ. എന്നെ തെരഞ്ഞെടുത്തതാണ് ഇതിനു വേണ്ടിയിട്ട്. അപ്പം അഹങ്കാരമല്ല വേണ്ടത്, അവിടെ വിനയാണ് വേണ്ടത്. അതുപോലെ ദേഷ്യം, എത്ര പ്രാവശ്യമായി ഞാൻ പറയുന്നല്ലേ, എത്ര കാലമായി ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. ക്ഷമയില്ലായ്മ, ഞാനൊക്കെ എത്ര പെട്ടെന്നാ ഇതൊക്കെ മാറിയത്, ഞാൻ കേട്ടപ്പോഴേ മാറിയല്ലോ. സുബ്ഹാനല്ലാഹ്. പരാതികൾ അല്ലെ. നമ്മൾ ദഅവയിൽ എപ്പോഴും നമുക്ക് പെട്ടെന്ന് ദഅവ ചെയ്യുന്നതിനേക്കാളും മുമ്പേ വരുന്ന ഫീലിങ്സ് ആണ് ഇതൊക്കെ. കിബറും ദേഷ്യവും ക്ഷമയില്ലായ്മയും കംപ്ലൈന്റും കുറ്റപ്പെടുത്തലും അല്ലെ. സത്യം പറയുകയാണെങ്കിൽ ചിലപ്പം നമ്മളെക്കാൾ കൂടുതൽ ട്രാക്കിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും നമ്മൾ ഈ ദഅവ കൊടുക്കുന്നവര്. നമ്മളെക്കാൾ കൂടുതൽ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നവരായിരിക്കും. ഒരുപാട് അവർ ചിലപ്പോൾ ദുആ ചെയ്യുന്നുണ്ടാവും. നമ്മളെക്കാൾ കൂടുതൽ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും അവരുടെ ഹൃദയം കൊണ്ട്. പക്ഷെ അവരവിടെ എത്താത്തവരായിരിക്കും. ഒരുപക്ഷെ അവരത് കാണിക്കുന്നുണ്ടാവില്ല പുറത്ത്. ഒന്നെങ്കിൽ അവരുടെ ഇൻഫീരിയോറിറ്റി ആയിരിക്കാം. അള്ളാ ഇവരൊക്കെ വലിയ സംഭവങ്ങളല്ലേ, എങ്ങനെയാണ് ല്ലേ, എന്റെ അവസ്ഥ എങ്ങനെയാ കാണിക്കുക. അല്ലെങ്കിൽ അവരുടെ എന്താ ഇതായിരിക്കും, അഭിമാനമായിരിക്കും. ഞാൻ ഇത്രയും ശ്രമിച്ചിട്ട് എവിടെ എത്തിയിട്ടില്ല എന്നുള്ളത് ആരും കാണണ്ട എന്നുള്ളത്. നമുക്കറിയൂല അല്ലെ. നമ്മൾ ദഅവ കൊടുക്കുന്നവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള സ്ഥിതി എന്താണെന്ന് നമ്മൾ കാണുന്നത് അവരുടെ ആക്ഷൻസ് മാത്രമാണ് അല്ലെ. അവര് നിസ്കരിക്കുന്നില്ല, അവര് പള്ളിയിൽ പോണില്ല, അവര് ഹിജാബ് ഇടുന്നില്ല, അത് മാത്രം നമ്മൾ കാണുന്നു. അവരുടെ ഹൃദയങ്ങള് നമ്മൾ കാണുന്നില്ല. അപ്പം ബനൂ ഇസ്രായേലിന്റെ അനുഭവത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാഠമുണ്ടല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന നിഅമത്തുകളിൽ പെട്ട ഏറ്റവും വലിയ നിഅമത്താണ് ഹിദായ. അത് വേണ്ട രീതിയിലല്ല നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് എടുത്തു കളയാൻ, അതായത് അത് നമുക്ക് തന്നതിന്റെ പേരിൽ കിബിറ് കാണിക്കുന്നവരാണെങ്കിൽ, വിനയം കാണിക്കാത്തവരാണെങ്കിൽ അള്ളാഹ്ക്ക് അത് എടുത്തു കളയാൻ ഒരു പ്രയാസവും. അപ്പൊ നമ്മൾ എത്രത്തോളം കമ്പാഷനേറ്റ് ആയിട്ട്, എത്രത്തോളം സ്നേഹത്തോടു കൂടി, കൈൻഡ്നെസ്സോട് കൂടി ആളുകളെ ഉപദേശിക്കാമോ അത്രത്തോളം കമ്പാഷനേറ്റ് ആയിട്ട്, അത്രത്തോളം ചേർത്ത് പിടിച്ചിട്ട് വേണം നമ്മൾ ആളുകളെ ഉപദേശിക്കാൻ, ആളുകൾക്ക് ദഅവ കൊടുക്കാൻ. അവരുടെ ഷൂവിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, എന്തുകൊണ്ടായിരിക്കും അവർക്കത് പറ്റാത്തത്. അത്രയും ഹമ്പിളായിട്ട്. കാരണം നമ്മളതിൽ അള്ളാഹ് തന്ന അനുഗ്രഹമാണല്ലോ അല്ലേ. അടുത്ത നിമിഷം എടുത്തു കളയാൻ. കാരണം ബനൂ ഇസ്രായേലിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അവരിൽ നിന്നുള്ള പ്രവാചകൻ വരും എന്നുള്ള അവരുടെ ഗ്രന്ഥത്തിലുള്ള സൂചന കണ്ടിട്ട് മദീനയിലും അതിന്റെ പരിസരത്തും ഒക്കെ ചെന്ന് തമ്പടിച്ചവരാണ് അവര്. അവിടെ അവരതും പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് അവര് വളരെ തുച്ഛമാണെന്ന് കരുതിയ, അവര് ഇൻസൾട്ട് ചെയ്ത് കണ്ട അറബ് ഗോത്രത്തിൽ നിന്ന്, നിരക്ഷരരായ സമൂഹത്തിൽ നിന്ന് ഒരു നബീനെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്നത് അല്ലേ. അള്ളാഹ്ക്ക് ആ ഹിദായത്ത് എടുത്തു കളയാൻ ഒരു നിമിഷം മതി. അപ്പൊ നമ്മൾ എത്രത്തോളം ഹംബിളായിട്ടായിരിക്കണം, എത്രത്തോളം വിനയത്തോടു കൂടി ആയിരിക്കണം നമ്മൾ ദഅവ ചെയ്യേണ്ടത്. ഞാനും നിങ്ങളും. ഇത് നമ്മൾ വരുമ്പോ കൊണ്ടുവന്നതല്ല, നമ്മൾ തറവാട്ട് വകയല്ല, നമ്മൾ ഉണ്ടാക്കിയെടുത്ത സാധനമല്ല. ഹിദായത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നതാണെന്ന് നമ്മൾ ഓർക്കുക. ഹിദായത്ത് മാത്രമല്ല, എല്ലാ അനുഗ്രഹങ്ങളും അതെ അള്ളാഹ് തന്നതാണെന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടായിരിക്കണം. അത് പൈസയാണെങ്കിലും, സ്റ്റേറ്റസ് ആണെങ്കിലും, ജോലിയാണെങ്കിലും, മക്കളാണെങ്കിലും, അഭിമാനമാണെങ്കിലും, കുടുംബമാണെങ്കിലും അല്ലെ, എന്തും അള്ളാഹ് തന്നതാണെന്നുള്ള ഓർമ്മ ഉണ്ടാവണം. എന്തിന്റെ പേരിലും നമ്മൾ മറ്റുള്ളവരോട് ബോസ്റ്റ് ചെയ്ത് അഹങ്കരിച്ച് സംസാരിക്കുമ്പോൾ. ഓക്കെ. അപ്പോൾ അത്രയും വിനയമുള്ളവരായിരിക്കണം. കാരണം അള്ളാഹ്ക്ക് ഇതൊന്നും എടുത്തു കളയാൻ ഒരു പ്രയാസമില്ല. അതിൽ ഏറ്റവും പ്രധാനമാണ് ഹിദായത്ത് അല്ലെ. കാരണം ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ട, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹിദായത്ത് കൊടുക്കുക എന്നുള്ള സ്കില്ല് നമുക്ക് അള്ളാഹ് തന്നിട്ടില്ല. ഓക്കെ.
ഒരു മനുഷ്യനും ഹിദായത്ത് കൊടുക്കാന്നുള്ള കഴിവ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടില്ല. പകരം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഒരു ഫേവറാണ്. എന്ത്? നിങ്ങളിത് ഇങ്ങനെ ഇബാദത്ത് ചെയ്തോ. എങ്ങനെ? ആളുകളെ ഉപദേശിക്കുക, നന്മ ഉപദേശിക്കുക വഴി ഒരു ഇബാദത്തും കൂടെ നിങ്ങൾ ചെയ്തോ. നിങ്ങൾ നിസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും ഒക്കെ ചെയ്യുന്നത് പോലെ അല്ലെ? നമ്മളെ നിസ്കാരത്തിന്റെ കാര്യം തന്നെ ആലോചിച്ച് നോക്കുക. അള്ളാഹു തന്ന ഒരു ഫേവറാണ് നിസ്കാരം എന്ന് പറയുന്ന ഇബാദത്ത് അല്ലേ? അത് നമ്മൾ ചെയ്തിട്ടും ഇപ്പോഴും നന്നായിട്ടില്ല അല്ലേ? എന്നിട്ട് നമ്മളെ തന്നെ കുറ്റപ്പെടുത്താണ് ശരിക്കും വേണ്ടത്. നമുക്ക് ശരിക്കും 24 മണിക്കൂർ തികയൂല നമ്മളുടെ ഇബാദത്ത് നമ്മൾ ശരിയാക്കാത്തതിന്റെ പേരിൽ നമ്മളെ കുറ്റപ്പെടുത്തിയെന്നതിനല്ലേ? പകരം നമ്മൾ ചെയ്യുന്ന വേറൊരു ഇബാദത്ത് മാത്രമാണ് എന്ത്? ആളുകളെ ഉപദേശിക്കുക എന്നുള്ളത്. നമ്മളെന്താ ചെയ്യുന്നത്? അവര് നന്നാവുന്നില്ല, ഞാനിത് എത്ര പെർഫെക്റ്റ് ആയിട്ടാ ചെയ്യുന്നല്ലേ, അവര് നന്നാവുന്നില്ല. സുബ്ഹാനല്ലാഹ്, നമ്മൾ ജനിച്ച കാലം മുതൽ അല്ലെങ്കിൽ ഓർമ്മ വെച്ച കാലം മുതൽ ചെയ്യുന്ന നമസ്കാരം നമുക്കൊക്കെ എത്ര വയസ്സായില്ലേ? 20, 30, 40, 50, 60 വയസ്സായവരുടെ ഇപ്പോഴും നമ്മളെ നമസ്കാരം ശരിയായിട്ടില്ല. എന്നിട്ട് നമ്മൾ ഇന്നലെ ഉപദേശിക്കാൻ തുടങ്ങിയവർ ഇന്ന് നന്നായിട്ടില്ല എന്നുള്ള കുറ്റപ്പെടുത്തലാണ് നമുക്ക്. സുബ്ഹാനല്ലാഹ്, ഓർക്കുക, അള്ളാഹു ഹിദായത്ത് കൊടുക്കാനുള്ള കഴിവ് നമുക്ക് ആർക്കും തന്നിട്ടില്ല. പകരം അള്ളാഹ് ഒരു ചാൻസ് തന്നിട്ടുണ്ട് നമുക്ക്. എന്തിന്? നിങ്ങൾ ആളുകളെ ഉപദേശിച്ചോളൂ അല്ലെ? അതുവഴി നിങ്ങളൊരു ഇബാദത്ത് ചെയ്തോളൂ, പ്രതിഫലം വാങ്ങിക്കോളൂ. അത്രയേ ഉള്ളൂ. വലിയ അഹങ്കാരമൊന്നും നമുക്ക് വേണ്ട. ആ ചാൻസ് നല്ല രീതിയിൽ, ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. അത് സ്വന്തം വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും എപ്പോഴും ചിന്തിക്കുക, പുറത്തുള്ളവരോട് നമുക്ക് സംസാരിച്ച് ദാവ ചെയ്യാൻ കുറച്ച് എളുപ്പം കൂടുതലാണ്. പക്ഷെ വീട്ടിലുള്ളവരോട് നാവുകൊണ്ട് ദാവ ചെയ്യാൻ അത്ര എളുപ്പമല്ല. ജീവിതം കൊണ്ട് തന്നെ ദാവ ചെയ്യണം. അതിന് വർഷങ്ങളെടുക്കും അതിന് റിസൾട്ട് പുറത്തു വരാൻ. ഓക്കെ, അപ്പൊ അള്ളാഹ് തന്ന ജസ്റ്റ് ഒരു ഫേവർ, അള്ളാന്റെ ഒരു ഔദാര്യം മാത്രമാണ് നമുക്ക് മറ്റുള്ളവര് ഉപദേശിക്കാൻ തന്നിട്ടുള്ള. ഇതൊരു ഇബാദത്താന്ന് പറഞ്ഞാൽ അള്ളാഹ് തന്നൊരു ഈസ്, ഒരു എളുപ്പം മാത്രമാണ്. അതപ്പോ നമ്മൾ എന്ത് ചെയ്യുക? അത് അഹങ്കാരമാക്കി ഞാനാണ് നിങ്ങൾക്ക് ഹിദായത്ത് തരണമെന്ന് വിചാരിക്കാണ്ട് നമുക്ക് കിട്ടിയ ആ ഒരു ചാൻസ് മാക്സിമം ഭംഗിയാക്കിയിട്ട് അല്ലെ, നമ്മളെ നിസ്കാരങ്ങൾ ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ അതേപോലെ നമ്മുടെ ദാവ ഓരോ ദിവസം കൂടുന്തോറും കൂടുതൽ ഭംഗിയാക്കിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അള്ളാന്റെ അടുത്ത് നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം അതിനെ ബ്യൂട്ടിഫൈ ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാണ്ട് ഹാർഷായിട്ട് എനിക്കറിയുന്ന ശരികളൊക്കെ ബാക്കിയുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ എന്റെ ദാവാന്റെ ഡ്യൂട്ടി കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ട. അള്ളാഹ് തന്ന അനുഗ്രഹത്തിന് ഏറ്റവും ഭംഗിയായിട്ട് അള്ളാന്റെ പ്രതിഫലത്തിന് വേണ്ടിയിട്ട് അതും കണ്ടിന്യൂസ് ആയിട്ട് 1 പ്രാവശ്യം 2 പ്രാവശ്യം പറഞ്ഞ് അല്ലെങ്കിൽ കാണിച്ചു കൊടുത്ത് ഒരു നന്നാവുന്നില്ല, ഓരോ ഞാൻ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി ഇല്ല, അവരെ ജീവിതത്തിൽ നമുക്ക് ഒഴിവാക്കാൻ മാർഗമൊന്നുമില്ല. കാരണം നമുക്ക് വേണ്ട ഈ പ്രതിഫലം, നമുക്ക് ഈ ഇബാദത്ത് വേണ്ടേ? നമ്മളെ മുസല്ല വലിച്ചെറിയും. മുസല്ല ഉണ്ടെങ്കിലല്ലേ നമുക്ക് നിസ്കരിക്കാൻ പറ്റുള്ളൂ അല്ലേ? അവിടെയല്ലേ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവര് നമ്മളുടെ ജീവിതത്തിൽ വേണം. നമ്മൾ വിചാരിക്കുന്ന ഹിദായത്ത് ഇല്ലാത്ത വഴി തിരിഞ്ഞ ആരെങ്കിലും നമ്മളെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവര് നമ്മളെ ജീവിതത്തിൽ വേണം. അവര് നമ്മളുടെ മുസല്ലകളാണ്. അവരുണ്ടെങ്കിലേ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അള്ളാഹ് തന്ന അവസരമാണത്. ഓക്കെ, മരണം വരെ നമുക്കത് വേണം. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു മുമ്പ് അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. അവരുടെ നമ്മളെ മരണത്തിന് മുമ്പ് അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഇബാദത്തിന്റെ ആവശ്യമാണത്. അതുകൊണ്ട് അത് ഏറ്റവും ഭംഗിയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ശരിയായ നിയ്യത്തോടു കൂടി ചെയ്യുക. അതേപോലെ അത്യാഗ്രഹത്തോടു കൂടി, അതായത് അവര് ഹിദായത്തിലേക്ക് വരണം എന്നുള്ള അത്യാഗ്രഹത്തോടു കൂടി തന്നെ ചെയ്യുക, ആത്മാർത്ഥമായിട്ടുള്ള. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത് സ്നേഹത്തോടു കൂടി ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കും. പകരം ഞാൻ ശരിയാണ്, എൻ്റെ അടുത്ത് ഞാൻ വരുമ്പോ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഹിദായത്ത് എന്ന് പറഞ്ഞ കിബർ ഉണ്ടെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ അവരെ അടുത്ത് വൊമിറ്റ് ചെയ്തിട്ട് പോകും. ഇത് ശരിയാണ്, നീ ചെയ്യണം. നമ്മളെ വിചാരം, ഞാൻ എത്ര കാലം ഇതാവ ചെയ്ത്, എത്ര കാലം പറഞ്ഞു കൊടുക്കുന്നത്, അവർ നന്നായിട്ടില്ല. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, നീ നിസ്കരിക്ക്, നീ നോമ്പ് നോക്ക്, നീ തട്ടാട് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമ്മളെ മക്കൾക്ക് ഇഷ്ടം പോലെ ബുക്കുകൾ കിട്ടാനുണ്ട്. അവർക്ക് അതിൽ നിന്ന് 2 ലൈൻ വായിച്ചെടുക്കാവുന്ന കാര്യമുള്ളൂ ഇത്. അവർക്ക് ഇന്റർനെറ്റിൽ ഇഷ്ടം പോലെ സൈറ്റുകളുണ്ട്. ഈ പറഞ്ഞു കൊടുക്കുന്ന അത് ചെയ്യ്, ഇത് ചെയ്യ്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്നുള്ളത് അവർക്ക് വെറുതെ സെർച്ച് ചെയ്താൽ കിട്ടും. നമ്മളെ മക്കൾക്കൊക്കെ കിട്ടും. അത് പറഞ്ഞു കൊടുക്കാനല്ല നമ്മൾ വേണ്ടത്. അവർക്ക് ദാവ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ശരി എന്ത് തെറ്റ്, അല്ലെങ്കിൽ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നുള്ളത് അത് ജസ്റ്റ് ഒരു ശതമാനം അല്ലെങ്കിൽ 2% ആവുന്നുള്ളൂ ഇന്നത്തെ കുട്ടികൾക്ക്. നമ്മളെ ജനറേഷനിലാണെങ്കിൽ ശരിക്കും നമുക്ക് പറഞ്ഞു തരാൻ ആള് വേണമായിരുന്നു. കാരണം നമുക്ക് അത് എവിടെ നിന്ന് കിട്ടാനില്ലായിരുന്നു. ആരെങ്കിലും പറഞ്ഞു തന്നാൽ തന്നെ കിട്ടുള്ളൂ. ഇപ്പത്തെ മക്കൾക്ക് ഇതൊക്കെ അറിയാം. ഇപ്പൊ നമ്മള് കാണുന്ന തലതിരിഞ്ഞ മക്കളാന്ന് പറയുന്ന എല്ലാ മക്കൾക്കും ഈ പറയുന്നതൊക്കെ അറിയാം. അവരുടെ കാണുന്നത് പോലെ തന്നെ ഇതൊക്കെ അവർ വായിക്കുന്നും അറിയുന്നുണ്ട്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരിത് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് വേണ്ടത് എന്താണെന്നറിയോ? ഡൂസ് ആൻഡ് ഡോൺസ്. ഇത് ഹലാൽ, ഇത് ഹറാം അല്ല. ഹലാൽ ഹറാം നമ്മൾ പറഞ്ഞു കൊടുക്കണം, അത് ശരി തന്നെയാണ്, അത് അതിന്റെ ബേസിക്കിൽ പെട്ടതാണ്. പക്ഷെ അവർക്ക് അതിനേക്കാളും വേണ്ടത് ഹെൽപ്പാണ്.
അവർക്ക് ഹെൽപ്പാണ്. എങ്ങനെ ഇതിലേക്ക് എത്താം? എന്തുകൊണ്ടാണ് എനിക്ക് അതിൽ എത്താൻ പറ്റാത്തത്? ആഗ്രഹമുണ്ട്. ഞാൻ അവിടേക്ക് എത്തുന്നില്ല. അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം വരുന്നില്ല. ആ ഒരു വോയിഡ്, ആ ഒരു ഗ്യാപ്പ് അവരുടെ ഹൃദയത്തിലുണ്ട്. ഇതൊക്കെ ചെയ്യണം. പക്ഷെ എന്താ? എന്തുകൊണ്ടാ? അല്ലെ എങ്ങനെയാ? അതാണ് അവർക്ക് പറ്റാത്തത്. കുട്ടികളെന്നല്ല എല്ലാവർക്കും നമ്മളെ ഭർത്താക്കന്മാരാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവരാവട്ടെ, ഇവർക്കൊന്നും പൊതു ജനറൽ പബ്ലിക്കിന്റെ കാര്യം പറയാം. ശരിയും തെറ്റും അറിയാഞ്ഞിട്ടല്ല. ശരിയിലേക്കും എങ്ങനെ എത്താം, തെറ്റിൽ നിന്ന് എങ്ങനെ മാറാമെന്ന് സ്ട്രഗിൾ ചെയ്ത് നമ്മൾ തന്നെ അല്ലേ? നമ്മൾ തന്നെ നമ്മുടെ ഓരോ വീക്കിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പല കാര്യങ്ങളിലും നമുക്കറിയാം. നമുക്കിത് ശരിയാണ്, അല്ലെങ്കിൽ ഇതിലേക്ക് എത്തണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എത്താൻ പറ്റാത്തവരാണ് അല്ലെ? ഇപ്പൊ ഈ ആഴ്ച നമ്മൾ ഖുർആൻ ടിപ്സ് അല്ലെങ്കിൽ ഖുർആൻ തിലാവ ടിപ്സ് എന്ന് പറഞ്ഞ് ഓപ്പൺ ചെയ്ത് വെച്ചത് എന്തുകൊണ്ടാ? നമുക്കറിയാം തിലാവത്ത് ചെയ്യണമെന്നല്ലേ? നമുക്ക് അതിന്റെ എല്ലാ വശങ്ങളും അറിയാം, പക്ഷെ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റാത്തത് കൊണ്ടാ. അപ്പം എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ കൊടുക്കുന്ന ദഅവ, നമ്മൾ കൊടുക്കുന്ന ഉപദേശം എന്ന് പറയുന്നത് ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല നീ കൊടുത്തോ ഹിദായത്ത് എന്ന് പറഞ്ഞിട്ട് തന്നതല്ല. ഹിദായത്ത് കൊടുക്കുന്നവൻ റബ്ബ് തന്നെയാണ്, അൽ ഹാദി റബ്ബ് തന്നെയാണ്, ഒരു മാറ്റമില്ല. പക്ഷെ അള്ളാഹ് നിനക്ക് ഞാൻ ഒരു അവസരം തന്നിട്ടുണ്ട്, വേണമെങ്കിൽ ഈ ഇബാദത്ത് ചെയ്തിട്ട് നീ പ്രതിഫലം ഉണ്ടാക്കി, നീ ചെയ്തില്ലെങ്കിൽ ഇത് വേറുള്ളവർ ചെയ്യും. സുബ്ഹാനല്ലാഹ്, അതും കൂടെ നമ്മൾ ഓർക്കണം കേട്ടോ. നമ്മളെ മക്കളാവട്ടെ വേറെ ആരെങ്കിലും ആവട്ടെ, അവരുടെ ഹൃദയത്തിനുള്ളിൽ ഇഖ്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അവരുടെ ഹൃദയത്തിനുള്ളിൽ ഹിദായത്ത് കൊടുക്കേണ്ട ആ ഒരു ക്വാളിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. പക്ഷെ നമ്മളത് ശരിയായ രീതിയിൽ വെച്ചില്ല, അള്ളാഹ് വേറുള്ളവർ വഴി കൊടുക്കും. ആർക്കാ നഷ്ടം? അവർക്ക് എന്തായാലും ഹിദായത്ത് കിട്ടി. ആർക്കാ നഷ്ടം? അതുവഴി പ്രതിഫലം നേടാനുള്ള ചാൻസ് നമുക്ക് പോയി അല്ലേ? അപ്പം നമ്മൾ കംപ്ലീറ്റ് ഒരു വേറെ പെർസ്പെക്റ്റീവിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കാം. ഹിദായത്ത് കൊടുക്കല് നമ്മളെ പണിയല്ല, അത് അള്ളാന്റെ പണിയാണ്. നമ്മൾ ഇബാദത്ത് ചെയ്യലാണ്. ഇബാദത്ത് നമ്മൾ ഓരോന്നും എങ്ങനെ ബ്യൂട്ടിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നു, അതേപോലെ അതേ നീയത്തോടു കൂടി അതേ ഭംഗിയോട് കൂടി നമ്മളെ ദഅവകളും ചെയ്യാം. അപ്പൊ നമ്മളിത് പറഞ്ഞു വന്നത് എന്താണ്? ബനൂ ഇസ്രായേലിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത അനുഗ്രഹങ്ങൾ അല്ലെ? അനുഗ്രഹങ്ങളുടെ മേല് അത് അനുഗ്രഹങ്ങളെ വേണ്ട രീതിയിൽ അവർ ഉപയോഗിച്ചില്ല, വേണ്ട രീതിയിൽ നന്ദി കാണിച്ചില്ല അല്ലെ? അവരതിനെ പുച്ഛിച്ചു, പരിഹസിച്ചു, അഹങ്കരിച്ചു, അവരത് കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തില്ല ആളുകൾക്ക്. അള്ളാഹ് എന്താക്കി? അവരുടെ അനുഗ്രഹത്തിനെ എടുത്തു മാറ്റി. സുബ്ഹാനല്ലാഹ്, അള്ളാഹ് ഷിഫ്റ്റ് ചെയ്തു അല്ലെ? അനുഗ്രഹങ്ങൾ ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത്. അനുഗ്രഹങ്ങളായിരുന്നു, ഐഹികവും പാരത്രികവുമായിട്ടുള്ള അല്ലെ? ദീനീപരമായിട്ടുള്ളതും ഐഹിക ജീവിതപരമായിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഷിഫ്റ്റ് ചെയ്ത് കളഞ്ഞു. അപ്പം നമുക്കറിയാം ഏതൊരു അനുഗ്രഹത്തിന്റെ കൂടെയും ഒരു ഉത്തരവാദിത്വമുണ്ട്. അനുഗ്രഹങ്ങൾ എത്രത്തോളം അധികമുണ്ടോ അത്രത്തോളം ഉത്തരവാദിത്തങ്ങളും അധികമുണ്ട്. നമുക്ക് എത്രത്തോളം പൈസ അധികം തന്നിട്ടുണ്ടോ അത്രത്തോളം പൈസ നമ്മൾ കൊടുക്കൽ നിർബന്ധമാണ്. എത്രത്തോളം ഇൽമ അധികം തന്നിട്ടുണ്ടോ അത്രത്തോളം കൊടുക്കൽ നിർബന്ധമാണ്. എത്രത്തോളം ഹിദായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ടോ അത്രത്തോളം കൊടുക്കൽ നിർബന്ധമാണ് അല്ലെ? അപ്പം അനുഗ്രഹത്തിന്റെ കൂടെ വരുന്ന സംഭവമാണ് ഉത്തരവാദിത്വം. അത് നമുക്ക് എങ്ങനെ അത് സ്പെൻഡ് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് അറിയില്ലെങ്കിൽ റബ്ബിനോട് തന്നെ ചോദിക്കാം. റബ്ബേ, എന്നെക്കൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല, നീ അറിയിച്ചതാ. ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് ചോദിക്കുക. കാരണം റബ്ബിനെ നമ്മളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ബനൂ ഇസ്രായേലിനെ ഓർമ്മിപ്പിക്കുകയാണ് അല്ലെ? എന്ത്? കഴിഞ്ഞ എല്ലാ ആയത്തുകളിലും അവർക്ക് കൊടുത്ത അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു ഇവിടെ കൺക്ലൂഷനിൽ അള്ളാഹ് അവരുടെ അടുത്ത് വീണ്ടും പറയാണ്, നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. അനുഗ്രഹങ്ങൾ തന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് എന്താ പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾ ശരിയായ അബ്ദുകളിലെ അള്ളാഹുവിന് തൃപ്തിയുള്ള അബ്ദുകളായിട്ട് മാറുക. പക്ഷെ അള്ളാഹുവിന്റെ നിയമങ്ങളെ, അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും ശരിയായ അബ്ദായിട്ട് മാറാൻ പറ്റൂല. അപ്പം അള്ളാഹുവിന്റെ ആ കൽപ്പനകൾ അനുസരിക്കുന്നതിന്റെ ഭാഗമാണ് എന്ത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുക എന്നുള്ളത്. അപ്പൊ അത് നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിയായ ആബിദായിട്ട് മാറാൻ പറ്റൂല. അപ്പം ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബനൂ ഇസ്രായേലിനെ ഒന്നും കൂടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, ഇതുമാതിരി അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നു, എന്നിട്ട് ഇതുമാതിരി കുരുത്തക്കേടുകളൊക്കെ നിങ്ങൾ ചെയ്തു, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ തന്നു, എന്നിട്ടും നിങ്ങൾ തിരിഞ്ഞില്ല. ഒരു പ്രാവശ്യം കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ എന്റെ ഹിദായത്തിന് അല്ലെങ്കിൽ എന്നിൽ വിശ്വസിക്കുന്നു, ഈ ദീനിനെ ഫോളോ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചേ മതിയാവും. അവരുടെ പ്രശ്നം അത് മാത്രമായിരുന്നില്ല, അവരതിന് തയ്യാറുണ്ടായിരുന്നില്ല. അള്ളാഹു പറയാണ്, ഉസ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വ അന്നി ഫദ്ദൽതുകും അലൽ ആലമീൻ. നിങ്ങൾ ഓർക്ക് എന്റെ അനുഗ്രഹങ്ങളെല്ലാം, നിങ്ങളെ ഞാൻ ശ്രേഷ്ഠരാക്കി അല്ലെ? അള്ളാഹ് വീണ്ടും 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 അവരെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ഇനിയെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുക. അള്ളാഹിന്റെ സ്നേഹമല്ല, അള്ളാഹ്ക്ക് ഇത് അന്നേ പറഞ്ഞ് നിർത്തായിരുന്നു. പക്ഷെ അള്ളാഹ് ഈ ഒരു കാര്യം അന്ന് പറഞ്ഞു വെച്ചിട്ട് അതിനുശേഷം എത്ര ആയത്തുകളിലെ ഒരു 48 47 ആയത്തിലാണ് നമ്മൾ ഇത് പറഞ്ഞത്. ഇന്നിപ്പോ നമ്മൾ 122 ഇത്രയും ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ അത്
വിശദീകരിച്ചു കൊടുക്കുമായിരുന്നു. എന്നിട്ട് അള്ളാഹ് ഒന്നും കൂടെ പറഞ്ഞു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഒന്നും കൂടെ പറയാണ്, നിങ്ങളെ ഞാൻ ഏറ്റവും ശ്രേഷ്ഠരാക്കിയിട്ടുണ്ട് അല്ലെ, നിങ്ങളെ കയ്യിലിരിപ്പോണ്ടാണ് നിങ്ങൾ അനുഗ്രഹങ്ങൾ എടുത്ത് നീക്കിക്കളഞ്ഞത്, അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുക. സുബ്ഹാനല്ലാഹ്. ആ വിശ്വസിക്കുക എന്ന് പറയുന്നതിന്റെ കൂടെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും അല്ലെ ഒരു പോസിറ്റീവ് പറയുമ്പോൾ അതിന്റെ അപ്പുറത്ത് ഒരു സന്തോഷ വാർത്ത കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നല്ലത് പറയുമ്പോൾ അള്ളാഹു ഇപ്പുറത്ത് ഒരു വാണിങ്ങും കൊടുക്കും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് അവരെ വാൺ ചെയ്യാണ്. എന്ത് 123-ാമത്തെ ആയത്ത്, വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ ولا يقبل منها عدل ولا تنفعها شفاعة ولا هم ينصرون. ഒരാൾക്കും മറ്റൊരാൾക്ക് വേണ്ടി ഒരു ഉപകാരവും ചെയ്യാൻ പറ്റാത്ത, ഒരാളിൽ നിന്നും ഒരു പ്രായശ്ചിത്തവും സ്വീകരിക്കപ്പെടാത്ത, ഒരാൾക്കും ഒരു ശുപാർശയും പ്രയോജനപ്പെടാത്ത, ആർക്കും ഒരു സഹായവും ലഭിക്കാത്ത ഒരു ദിവസത്തെ, അതായത് ന്യായവിധിയുടെ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക. സുബ്ഹാനല്ലാഹ്. നമുക്ക് വാക്കർത്ഥം നോക്കാം. വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുവിൻ. ഇവിടെ വീണ്ടും വാ പ്ലസ് ഇത്തഖൂ ആണ്. ഇത്തഖൂ, ഓക്കെ, അത് എന്താണ്? കൽപ്പനയാണ്, ഫിഅൽ അംറാണ്. ഖൂ ഉസ്കുറു എന്ന് പറഞ്ഞ പോലെ വത്തഖൂ ആരാണ്? അൻതും, നിങ്ങൾ എല്ലാവരും അല്ലെ, എല്ലാവരോടും കൂടെയുള്ള ഒരു കൽപ്പനയാണ്. അപ്പൊ നിങ്ങൾക്ക് തഖ്വ ഉണ്ടായിരിക്കാൻ, നിങ്ങൾ സൂക്ഷിക്കുക. യൗമൻ, ഒരു നാളിനെ. വത്തഖൂ നമുക്കറിയാം റൂട്ട് വാവ് കാഫിയ. ഞാൻ റൂട്ട് വലിയ കാര്യമായിട്ട് പറയാണ്ട് പോണത്, ഇതെല്ലാം നമ്മൾ റിപ്പീറ്റഡ് റൂട്ട്സ് ആണ്, പുതിയതൊന്നും ഇല്ല. ഈ രണ്ടായത്തിൽ ഒരു പുതിയ റൂട്ട് പോലും ഇല്ല. ഓക്കെ, യൗമൻ ദിവസം, യാവാമീം, ലാ തജസി ഉപകാരപ്പെടുകയില്ല, ജസ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ജസ എന്താണ്? പകരം കിട്ടുകയില്ല, പ്രതിഫലം കിട്ടുകയില്ല, ഉപകാരപ്പെടുകയില്ല. നഫ്സുൻ, ഒരാൾക്കും, അൻ നഫ്സിൻ, അതായത് നഫ്സുൻ ഒരാളും, അൻ നഫ്സിൻ ഒരാൾക്കും, ഒരു നഫ്സും വേറൊരു നഫ്സിന് ഷെയ്അൻ ഒരു തരത്തിലും ഒരിത്തിരി പോലും എന്താണ്? ഉപകാരപ്പെടുകയില്ല. വലാ യുഖ്ബലു, സ്വീകരിക്കപ്പെടുന്നതുമല്ല. വ ലാ യുഖ്ബലു, യുഖ്ബൽ ഖാഫ് ബ ലാം, ഖുബൂൽ എന്ന് പറയുന്ന സ്വീകരിക്കുക എന്ന് പറയുന്നതിന്റെ അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതിന്റെ വാക്കാണ് യുഖ്ബലു, സ്വീകരിക്കപ്പെടുക. അപ്പോൾ വലാ സ്വീകരിക്കപ്പെടുകയില്ല, ലാ യുഖ്ബലു സ്വീകരിക്കപ്പെടുകയില്ല, വല സ്വീകരിക്കപ്പെടുകയും ഇല്ല. ഓക്കെ, മിൻ ഹ, ഒരാളിൽ നിന്നും, അതായത് ഒരു നഫ്സിൽ നിന്നും. ഇവിടെ ഹ നഫ്സിനെയാണ് സൂചിപ്പിക്കുന്നത്, നഫ്സ് സ്ത്രീലിംഗമാണ്. അദലുൻ, ഒരു പ്രായശ്ചിത്വം അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള മോചന ദ്രവ്യവും. ഓക്കെ, വല ആൻഡ് അഗെയിൻ അല്ല, തൻഫഉഹ, തൻഫഉ നൂൻ ഫഅൈൻ നഫഅ എന്ന് വെച്ചാൽ പ്രയോജനപ്പെടുക. അപ്പം ഹ നഫ്സ്. ഓക്കെ, അപ്പം ഒരു നഫ്സിനും പ്രയോജനപ്പെടുന്നതുമല്ല. ഷഫാഅത്തുൻ, ഷഫാഅ ശുപാർശ, ഒരു ശുപാർശയും. ഷെയ്ഉൻ, ഷഫാഅത്തുൻ ഒക്കെ എന്താണ്? അദലുൻ ഒക്കെ നമുക്ക് കാണാം, വമ്മത്തീൻ ഫത്ഹത്തീൻ ഒക്കെ കാണാം അല്ലെ. അതെന്തുകൊണ്ടാ? ഒന്നും, അത് നക്കിറയാണ്, ഇന്നത് എന്നുള്ളതല്ല, ഒരു തരത്തിലുള്ള ഒരു ശുപാർശയും ഒരു പ്രായശ്ചിത്വവും ഒരു വസ്തുവും അത് ഒന്നും ഉണ്ടാവില്ല എന്നുള്ള അർത്ഥത്തിലാണ് അവിടേക്ക് നക്കിറയായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, തൻവീൻ ഉള്ള രീതിയിൽ വമ്മ തൻവീൻ ഫത്ഹ തൻവീൻ ഒക്കെ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. വലാഹും, വ ആൻഡ് ലാ അല്ല, ഹും അവർ, ഓക്കെ, അവർ അല്ലതാനും, യുൻസറൂൻ സഹായിക്കപ്പെടുന്നവർ. ഓക്കെ, നസറ സഹായം, യുൻസറൂൻ അവർ സഹായിക്കപ്പെടുകയില്ല. ഓക്കെ, സഹായിക്കപ്പെടുന്നു. വലാഹും യുൻസറൂൻ എന്ന് പറഞ്ഞാൽ അവർ സഹായിക്കപ്പെടുകയില്ല താനും. തഫ്സീറിലേക്ക് പോവാം. അപ്പം വത്തഖൂ യൗമൻ, അപ്പം ആ ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടുക. ഏത് ദിവസമാണിത്? ലാ തജ്സീ നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ, ഒരു ദിവസം, ആ ദിവസത്തിൽ എന്താണ്? ഒരു നഫ്സിനും വേറൊരു നഫ്സിനെ കൊണ്ട് ഒരു തജ്സി, ജസ, ലാ തജ്സി എന്ന് പറഞ്ഞാൽ ജീം സൈ യ, ജസ യജ്സി, റിക്കോമ്പൻസ് ചെയ്യുക, അതായത് പകരം കൊടുക്കുക, പ്രതിഫലം നൽകുക. അതായത് ചെയ്തതിന് പകരം നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്ത പ്രത്യുപകാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ അതിന് പകരം തരുന്നത്, ആ രീതിയിൽ കൊടുക്കുന്നതിനാണ് ജസ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജസാഖില്ലാഹു ഖൈറ എന്ന് പറയുന്നത് നിങ്ങൾ തന്നതിന് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തതിന് കണക്കായിട്ടുള്ളത് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടട്ടെ അല്ലെ. അപ്പം നമ്മൾ എന്ത് നിയത്തോടു കൂടിയാണോ ചെയ്തത് അതിനനുസരിച്ചുള്ള പ്രതിഫലമാണ് അവിടെ കിട്ടുക. അത് പ്രത്യേകം ഓർക്കണം. ജസാഖില്ലാഹു ഖൈറ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതിനേക്കാളും നമ്മൾ എന്തിനു വേണ്ടിയാണോ അത് ചെയ്തത് അതിന് കണക്കാക്കിയിട്ടുള്ള പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല തരട്ടെ. അപ്പം നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ടുള്ള നിയത്തോടു കൂടിയാണെങ്കിൽ അതിന് അള്ളാഹു അത്രയും ഹെവി ആയിട്ടുള്ള പ്രതിഫലം തന്നെ തരും. ഓക്കെ, അപ്പം ഒരു നഫ്സിനും വേറൊരു നഫ്സിന് റീകോമ്പൻസ്, പകരം കൊടുക്കാൻ അല്ലെങ്കിൽ പ്രതിഫലം കൊടുക്കാൻ
ചെയ്തതിന് പ്രത്യുപകാരം ചെയ്യാൻ കഴിയൂല, ഒരാൾക്കും കഴിയൂല. ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ. ഇവിടെയും ഷൈഅ എന്നുള്ള വാക്കില് നമുക്ക് തൻവീൻ കാണാം അല്ലെ. ഒന്നും ഒന്നും, അതായത് എവിടെയും തൻവീൻ ഉൻ അൻ ഇൻ എന്നുള്ള ഫോമാറ്റിൽ ലമ്മ തൻവീൻ കെസ്ര തൻവീൻ ഫത്ഹ തൻവീൻ വന്നു കഴിഞ്ഞാൽ അത് നെക്കിറയാണ്, അതായത് ഇൻഡെഫിനിറ്റ് ആണ്. ഏതോ ഒന്ന് അല്ലെങ്കിൽ ഒരു തരത്തിലുള്ളതും ഇന്നത് ഇന്ന ഒരു കാര്യം എന്ന് പറയാണ്ട് ഏതൊരു കാര്യവും എന്നുള്ള അർത്ഥത്തിലാണ് അത് വരിക. ഓക്കെ, അപ്പൊ ഷെയ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവും ഒരു തരത്തിലും എന്താണ് പ്രയോജനപ്പെടുകയില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആല എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? കാരണം ബനു ഇസ്രായേല് അവരെന്താ ചിന്തിച്ചു വെച്ചേ, ഞങ്ങള് തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരായിരുന്നു അല്ലെ, നമ്മൾ ഭയങ്കര സംഭവമാണ്. ഇപ്പോഴും അവരുടെ പ്രശ്നം അത് തന്നെയാട്ടോ. അവര് വിചാരിക്കുന്നത് അവര് സംഭവമാണെന്നാണ്, അവരുടേതാണ് എല്ലാം എന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പം അവര് വിചാരിച്ചത് ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളായിരുന്നു, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ അല്ലെങ്കിൽ ഞങ്ങളുടെ മാതാപിതാക്കള് ഭയങ്കര സ്വാലിഹായവരായിരുന്നു അല്ലെ. കാരണം യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരകളാണ്, യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ഒക്കെ മക്കളും ഒക്കെയാണ് അല്ലെ. അപ്പൊ ഞങ്ങളുടെ പൂർവികന്മാര് പ്രവാചകന്മാരൊക്കെ ആയിരുന്നു. സുബ്ഹാനല്ലാഹ്, ഒരുപാട് നബിമാർ അവരുടെ കൂട്ടത്തിൽ വന്നിരുന്നു. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആലക്ക് അങ്ങേയറ്റം തൃപ്തിയുള്ള ആളുകളായിരുന്നു ഞങ്ങളുടെ പൂർവികന്മാര്. അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോ എന്ത് ചെയ്താലും ഇല്ലെങ്കിലും നമ്മളെ പേര് അല്ലെ ഹൂദ് ആണെന്നുണ്ടെങ്കിൽ അള്ളാഹ് പുറത്തു തരും. നമ്മൾ അങ്ങനെയുള്ള ആയത്തുകൾ മുമ്പ് കണ്ടു അല്ലെ, അവരുടെ പല അവകാശവാദങ്ങളും നമ്മൾ കണ്ടു. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഇതേ ആയത്ത് അന്ന് പഠിച്ചപ്പോൾ നമുക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ നമുക്ക് ഇതൊക്കെ അറിയാം അല്ലെ. അവർക്ക് ഇങ്ങനത്തെ പല ചിന്തകളും ഉണ്ട്. ഞങ്ങള് സംഭവങ്ങളാണ്, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ അതിനേക്കാളും അപ്പുറത്തെ സംഭവങ്ങളായിരുന്നു. അവര് എല്ലാം എന്താണ് നല്ല സ്വാലിഹായിട്ടുള്ള ആൾക്കാരായിരുന്നു, അള്ളാഹ്ക്ക് തൃപ്തിയുള്ള ആളുകളായിരുന്നു. അതുകൊണ്ട് ഞങ്ങള് രക്ഷപ്പെടും, അല്ലെങ്കിൽ ഞങ്ങൾ യഹൂദികളായത് കൊണ്ട് ഞങ്ങൾ സ്വർഗത്തിന്റെ ആളുകളാണ്. അതൊക്കെ നമ്മൾ കണ്ടൂലേ വരുന്ന വഴിക്ക്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ അടുത്ത് പറയാണ്, വെറുതെ വേണ്ടാത്ത ചിന്തയൊന്നും വേണ്ട, ആരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യൂല. നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാര് സംഭവങ്ങളായിരുന്നു അല്ലെങ്കിൽ സ്വാലിഹ്യങ്ങളായിരുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ചെയ്ത തെറ്റുകൾക്ക് നിങ്ങളെ ചോദ്യം ചെയ്യാതിരിക്കൂല. സുബ്ഹാനല്ലാഹ്. നമ്മളുടെ സമൂഹത്തിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ നമുക്കൊക്കെ അറിയാം അല്ലെ, എന്താണ് നമ്മൾ ചെയ്തതേ നമുക്ക് അവിടെ ഉണ്ടാവുള്ളൂ അല്ലെ, നമ്മൾ ചെയ്ത തിന്മകൾക്ക് നമ്മളെ ചോദ്യം ചെയ്യപ്പെടും എന്നൊക്കെ. പക്ഷെ എന്നാലും നമ്മളൊക്കെ വീണു പോകുന്ന ചില ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസ് മാത്രം നമുക്കൊന്ന് നോക്കാം ഇവിടെ. സുബ്ഹാനല്ലാഹ്. ഒന്ന്, ഈ പാരന്റ്സും മക്കളും ഉള്ള കാര്യം വരുമ്പോൾ നമ്മളെ വിചാരം, മക്കൾ എന്നുള്ള നിലയിൽ നമ്മളെ വിചാരം, നമ്മളെ ഉമ്മയും വാപ്പയും അവര് എന്താണ് രോഗികളെ കാണുന്നുണ്ട്, അവര് മരിച്ച സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്, ഓക്കെ അത് മതി അല്ലെ. അവര് മരിച്ചപ്പോ ഉമ്മ പോയല്ലോ, അല്ലെങ്കിൽ മറ്റവർക്ക് വയ്യാണ്ടായപ്പോ വാപ്പ പോയല്ലോ, അത് മതി. അവര് പോകുന്നത് അവർക്കാണ്. അവര് രോഗിനെ സന്ദർശിച്ചാലുള്ള പ്രതിഫലം അവർക്കാണ്. അവര് മയ്യത്ത് നമസ്കരിച്ചാലുള്ള പ്രതിഫലം അവർക്കാണ്. നമുക്ക് മക്കൾക്ക് കിട്ടൂല, അല്ലെങ്കിൽ നമ്മളെ മക്കൾക്ക് കിട്ടൂല നമ്മൾ പോയാല്. അല്ലെങ്കിൽ നമ്മളെ ഉമ്മയും വാപ്പയും കുടുംബ ബന്ധങ്ങളൊക്കെ അല്ലെ, വാപ്പന്റെ വല്യാപ്പന്റെ കുടുംബത്തിലും വാപ്പ പോകുന്നുണ്ട്, ഉമ്മന്റെ വല്യാപ്പന്റെ കുടുംബത്തിലും ഉമ്മന്റെ വല്യമ്മന്റെ കുടുംബത്തിലും ഒക്കെ ഉമ്മ പോകുന്നുണ്ട്, ഉമ്മ അവരുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വാപ്പ അവർക്കൊക്കെ കൊടുക്കേണ്ടതൊക്കെ കൊടുക്കുന്നുണ്ട്, ചാരിറ്റി ചെയ്യുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മള് സേവ്ഡ് അല്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ മക്കള് സേവ്ഡ് അല്ല. അവര് ചെയ്തത് അവർക്കും നമ്മൾ ചെയ്തത് നമ്മൾക്കുമാണ്. അപ്പം പൊതുവെ നമ്മളെ സമൂഹത്തിൽ വരുന്ന ഒരു തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ നമ്മൾ അശ്രദ്ധമായി പോകുന്ന ചില കാര്യങ്ങളിൽ പെട്ടതാണ് ഇതൊക്കെ. ഇതുപോലെയുള്ള പല കാര്യങ്ങളും ഒരുപക്ഷെ നോമ്പും നിസ്കാരം ഒന്നും നമ്മൾ ആ രീതിയിൽ മനസ്സിലാക്കുന്നുണ്ടാവില്ലായിരിക്കും, നമുക്കറിയാം ഓരോരുത്തരും ചെയ്യുന്നതാണെന്ന്. പക്ഷെ ഇത്തരം കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇതൊക്കെ ഇബാദത്തിന്റെ ഭാഗങ്ങളാണ് അല്ലെ. ഇതുപോലെ പല കാര്യങ്ങളും മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ പ്രായമായവർക്ക് ഉള്ളതാണെന്നുള്ള ആ ഒരു അങ്ങനെ വന്നിട്ടുണ്ട് നമ്മളെ സൊസൈറ്റിയിൽ, അങ്ങനെ ഒരു ചിന്ത വന്നു പോയിട്ടുണ്ട്. അത് അങ്ങനെയാണ് പോണത്. നമ്മൾ അതിനെ തിരുത്താൻ വേണ്ടി ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് ഒന്നും ഒരു പക്ഷെ നമ്മൾ എടുക്കുന്നവരാവില്ല. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പൊ ഉമ്മ ചെയ്യുന്നത് വാപ്പ ചെയ്യുന്നത് അവർക്കുള്ളതാണ്, നമ്മൾ ചെയ്യുന്നത് നമുക്കുള്ളതാണ്. അതുപോലെ നമ്മൾ ചെയ്യുന്നത് നമുക്കുള്ളതാണ്, നമ്മുടെ മക്കൾ ചെയ്യുന്നത് അവർക്കുള്ളതാണ്. അപ്പം അവരും അത് ചെയ്തെങ്കിൽ തന്നെ അവർക്കത് കിട്ടുള്ളൂ. നമ്മള് പാരന്റ്സ് സ്വാലിഹ്യങ്ങളായിരുന്നു അല്ലെങ്കിൽ നമ്മൾ സ്വാലിഹ്യങ്ങളാണെന്ന് വെച്ചിട്ട് നമ്മളെ മക്കൾക്ക് അത് കിട്ടൂല. ഒരാൾക്കും ഒരാളെയും കൊണ്ട് പ്രയോജനം കിട്ടാത്ത ഒരു ദിവസമാണത്. അതുകൊണ്ട് മാതാപിതാക്കൾ ചെയ്തതുകൊണ്ട് മക്കൾ കിട്ടുമെന്ന് വിചാരിക്കുകയേ ചെയ്യരുത്. സുബ്ഹാനല്ലാഹ്. ഇത് ഈ ഒരു പ്രശ്നം കുറെ നമുക്ക് നമ്മളെ മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ പൊതുവെ എനിക്കൊന്ന് കേരളത്തിലോ ഇന്ത്യയിലോ എന്നൊക്കെ പറയാം, നമ്മളെ മാതാപിതാക്കൾക്ക് ഭയങ്കര ഒരു ഓവർ പ്രൊട്ടക്റ്റിംഗ് മൈൻഡ് സെറ്റ് ആണ്. മക്കളെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് സുബ്ഹാനല്ലാഹ്.
ആ പ്രൊട്ടക്ഷന്റെ ഇതില് നമ്മൾ പലപ്പോഴും അവര് ചെയ്യേണ്ടതായ പല നന്മകളിലേക്കും അവർ ചെയ്യേണ്ടതായ പല ഇബാദത്തുകളിലേക്കും ഗൈഡ് ചെയ്യാൻ നമ്മൾ മറന്നു പോകും. സുബ്ഹാനല്ലാഹ്. നമ്മളെ വിചാരം നമ്മളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അവരെ പ്രൊട്ടക്ട് ചെയ്യുക, മരണം വരെ അങ്ങോട്ട് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഇബാദത്തിന്റെ ഭാഗമാണ്. അവർക്ക് 30 വയസ്സായാലും 40 വയസ്സായാലും 50 വയസ്സായാലും പേരക്കുട്ടികളായാലും അവരെ കാര്യങ്ങളുടെ പിന്നാലെ ഓടിയിട്ട് അവരെ പ്രൊട്ടക്ട് ചെയ്ത് ഇല്ലാതാക്കലും ആണ് നമ്മളെ ഡ്യൂട്ടി എന്നും അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മളുടെ പാമ്പറിങ്, നമ്മളുടെ ഈ പുന്നാരത്തിൽ നിൽക്കുക എന്നുള്ളതുമാണ്. സുബ്ഹാനല്ലാഹ്. അവര് നമ്മളെ പുന്നാരിപ്പിക്കണം, അല്ലെങ്കിൽ മക്കള് മാതാപിതാക്കളെ കെയർ ചെയ്യേണ്ട സമയം ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് അവർക്ക് വിട്ടുകൊടുക്ക്. അവര് മാതാപിതാക്കളെ ശ്രദ്ധിക്കട്ടെ, അവര് നമ്മളുടെ വിഷമങ്ങൾ മനസ്സിലാക്കട്ടെ. അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ ഇവിടെ പല ഏജിലുള്ളവരുള്ളത് കൊണ്ട് രണ്ട് സൈഡും പറയുകയും ചിന്തിക്കുകയും വേണം കേട്ടോ. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ എല്ലാം കവർ ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ നിങ്ങൾ ചിന്തിക്കാതെ അത് നമ്മളെ മാതാപിതാക്കളുടെ അവസ്ഥകള്, അവരുടെ ആവശ്യങ്ങള്, അവരുടെ രോഗങ്ങള് അത് മനസ്സിലാക്കി അവർക്ക് വേണ്ടി അവരെ ശ്രദ്ധിക്കാനും അവരെ കെയർ ചെയ്യാനും അവർക്ക് വേണ്ടത് കൊടുക്കാനും ഉള്ള സമയമായി നമുക്ക്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആയി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവര് നമ്മളെ പാമ്പർ ചെയ്യുമ്പോഴും ഉമ്മനോട് ഉപ്പനോട് പറയും, ഇല്ല ഉമ്മ എന്റെ കാര്യങ്ങൾ നോക്കേണ്ട സമയം എനിക്കായി. അല്ലെങ്കിൽ മക്കളോട് പറയാ, അല്ലെങ്കിൽ മക്കളെ ഈ അനാവശ്യമായിട്ട് അവരെ ചിറകിനടിയിൽ തന്നെ വെച്ച് നമ്മളെ ഇബാദത്തുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവും, നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ അവരെ നോക്കുന്നുണ്ടാവും, നമ്മളെ മാതാപിതാക്കളെ നോക്കുന്നുണ്ടാവും, നമ്മൾ രോഗികളെ സന്ദർശിക്കുന്നുണ്ടാവും, നമ്മൾ മരിച്ചെടുത്ത് പോകുന്നുണ്ടാവും, കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നുണ്ടാവും. പക്ഷേ അതിന്റെ കൂടെ അവരെ ഇബാദത്ത് ചെയ്യാൻ നമ്മൾ സമ്മതിക്കൂല അല്ലെ. അവരെ ഇബാദത്ത് ചെയ്യാൻ നമ്മൾ സമ്മതിക്കില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അവർ നിസ്കരിക്കുന്നു തലയെ തട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാം ആയിപ്പോയി. അതില്ലെങ്കിൽ നമ്മളെ പ്രശ്നം മുഴുവനും അല്ലെ. ഇതൊന്നും അവരെ ഇബാദത്ത് പെട്ടതല്ല. ഇതിന് പകരം നമ്മൾ അവരെ പ്രൊട്ടക്ട് ചെയ്യുക. ഒരു കാര്യം മനസ്സിലാക്കുക, ആ യൗമില് വത്തഖൂ യൗമൻ ലാ തജ്സീ നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ, ആ യൗമില് ഇപ്പറഞ്ഞ നമ്മള് അവരെ പ്രൊട്ടക്ട് ചെയ്യാനുണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനുണ്ടാവില്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം, നമ്മളെ മക്കൾ ചെയ്യേണ്ടത് അവർ തന്നെ ചെയ്യണം. പലപ്പോഴും നമ്മളെ പാരന്റ്സ്, ഇന്ത്യൻ അല്ലെങ്കിൽ കേരള പാരന്റ്സിന്റെ ഒരു ഇതെന്ന് വെച്ചാല് അവരുടെ പ്രൊട്ടക്ഷൻ ഏതറ്റം വരെ പോകുന്ന വെച്ചാല് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തർബിയത്ത് പോലും, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല കൊടുക്കുന്ന തർബിയയിൽ നിന്ന് പോലും മക്കളെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മളെ മാതാപിതാക്കൾ മക്കളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ മക്കൾക്ക് ഒരു പരീക്ഷണം കൊടുക്കുമ്പോൾ, അതായത് അള്ളാഹു സുബ്ഹാനഹു തആല ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ആ വ്യക്തിക്ക് ഏത് പ്രായം ആയിക്കോട്ടെ അല്ലെ, പൊതുവേ കുട്ടികളുടെ കാര്യം എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു 17, 18, 10 വയസ്സൊക്കെ ആകുമ്പോഴേക്കും പല രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് കൊടുത്തു തുടങ്ങും. അവരുടെ ഉള്ളിൽ ഉള്ളതിനനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് കൊടുത്തു തുടങ്ങും. കാരണം അള്ളാഹിന്റെ ഡ്യൂട്ടിയിൽ പെട്ടതാണ്. അള്ളാഹു റബ്ബാണ്. തർബിയ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഡ്യൂട്ടിയിൽ പെട്ടതാണ്, അള്ളാഹുവിന്റെ പ്രോമിസിൽ പെട്ടതാണ്. അള്ളാഹു അൽ ഹാദിയാണ് അല്ലെ. അള്ളാഹു അവരെ തിരിച്ച് അള്ളാഹുവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അള്ളാഹ് തുടങ്ങിയിട്ടുണ്ടാവും പരീക്ഷണങ്ങൾ അല്ലെ. പക്ഷെ പാരന്റ്സ് എന്ത് ചെയ്യും, ഇതിന്റെ നടുവിൽ അങ്ങ് വീണിട്ട് അവരെ പാമ്പർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് അല്ലെ. ഒരിക്കലും അവർക്ക് മനസ്സിലാവൂല ഇത് അള്ളാന്റെ ഖദറാണ്, അള്ളാഹ് എന്നെ പ്രാക്ടിക്കൽ ലെസൺസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇത് മനസ്സിലാക്കി എന്നെ തിരുത്തി അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹ് ഇത് തന്നത് എന്നൊന്നും കുട്ടികൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ മാതാപിതാക്കൾ നടുവില് വീഴും. സുബ്ഹാനല്ലാഹ്. അവരെ പ്രൊട്ടക്ട് ചെയ്തിട്ട്. സുബ്ഹാനല്ലാഹ്. ഇതുകൊണ്ട് പറ്റുക എന്താന്ന് വെച്ചാലുണ്ടല്ലോ, അവര് പഠിക്കാനുള്ള ലെസൺ നീണ്ടു പോകും. അത്രയും അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ പരീക്ഷണങ്ങളും നീട്ടി കൊണ്ടുപോകും. സുബ്ഹാനല്ലാഹ്. കാരണം അവരും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഇൻഡിവിജ്വൽ അബ്ദാണ്. അവരും അള്ളാഹു സുബ്ഹാനഹു തആല ലെസൺസ് കൊടുത്ത് പഠിപ്പിക്കേണ്ട ആൾക്കാരാണ്. നമ്മൾ മാത്രമല്ല. നമ്മളെ വിചാരം നമ്മൾ പഠിച്ച ലെസൺസ് അവരെ മേലങ്ങോട്ട് അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെ, നമ്മൾ വർഷങ്ങളായിട്ട് എടുത്ത് മാറി വന്ന നമ്മളുടെ നമസ്കാരങ്ങളും നമ്മളുടെ ഹിജാബ് ഇടലും അവരെ മേലെ അടിച്ചമർത്തി നീ ചെയ്യ് എന്ന് പറഞ്ഞ് അവരങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ഡ്യൂട്ടി ആയി അല്ല. നമ്മളെ ഡ്യൂട്ടി അതല്ല. യെസ്, നമ്മൾ കാണിച്ചു കൊടുക്കണം, ശരിയാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ ജീവിതത്തിൽ തർബിയത്ത് ചെയ്യുമ്പം അത് തർബിയത്താണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതെന്താണെന്ന് അവർക്ക് റിയലൈസ് ചെയ്യിച്ചു കൊടുക്കുക. അല്ലാതെ അവരെ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യല്ല വേണ്ടത്. അവർക്ക് സഹായം അങ്ങേയറ്റം ആവശ്യമുള്ള സമയത്ത് മാത്രം പ്രൊട്ടക്ഷൻ കൊടുത്താൽ മതി. അവർ അങ്ങേയറ്റം ഹെൽപ്ലെസ് ആയിരിക്കുന്ന സമയത്ത് മാത്രം പ്രൊട്ടക്ഷൻ കൊടുത്താൽ മതി. അല്ലെങ്കിൽ അവരും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അബദുകളാണ്. നമ്മൾ നോക്കുന്നതിനേക്കാളും അല്ലെ
നമ്മൾ ഇഷ്ടപ്പെടുന്നതിനേക്കാളും നമ്മൾ അവരോട് കാണിക്കുന്ന കാരുണ്യത്തെക്കാളും 99 ഇരട്ടി അല്ലെങ്കിൽ അതിൽ കൂടുതൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുത്തുണ്ട്. അതുകൊണ്ട് അള്ളാന്റെ മേലെ നമ്മൾ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണ്ട. അവരെ സ്വിമ്മിങ് പഠിപ്പിച്ചാൽ മതി. പഠിപ്പിച്ചിട്ട് അവരങ്ങ് തള്ളുക സ്വിമ്മിങ് പൂളിലേക്ക്. അവരങ്ങ് സ്വിം ചെയ്യട്ടെ. എന്നിട്ട് ദൂരെ മാറി നിന്ന് നോക്ക്. അവര് മുങ്ങി മരിക്കാൻ പോകുമ്പോ മാത്രം കൈ കൊടുത്താൽ മതി. അവരെ കൂടെ സ്വിം ചെയ്തിട്ട് അവര് മുങ്ങും തോന്നിക്കഴിഞ്ഞാൽ അവരെ പൊക്കി പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ അവരെങ്ങനെ ആ ഒരു ലെസൺ പഠിക്കും? മുങ്ങണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ കൈകാലിട്ട് അടിച്ച് എങ്ങനെയാണ് പൊങ്ങണ്ടത് എന്ന് അവരെങ്ങനെ പഠിക്കും? നമ്മൾ അവരെ അപ്പൊ പൊക്കി പിടിച്ചു കഴിഞ്ഞാല്. സ്വിമ്മിംഗ് പൂളിൽ വെയിലടിച്ചിട്ട് വെള്ളത്തിന് ചൂടാകുമ്പോൾ അവിടെ തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചൂടുള്ള വെള്ളത്തിൽ എങ്ങനെ നീന്തുന്ന അവരെങ്ങനെ പഠിക്കും? സ്വിമ്മിംഗ് പൂളിൽ ഭയങ്കര തണുപ്പുള്ള വെള്ളമാകുമ്പോൾ അതിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തണുപ്പുള്ള വെള്ളത്തിൽ സർവൈവ് ചെയ്യുന്നത് അവരെങ്ങനെ പഠിക്കും? അവരാ ഹീറ്റ് അറിയട്ടെ, അവര് ചൂട് അറിയട്ടെ, അവര് പരീക്ഷണങ്ങൾ അറിയട്ടെ, റഫ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും അവരറിയട്ടെ. കാരണം ഇത് അള്ളാഹ് കൊടുത്തിട്ടുള്ളതാണ് അവരുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ. നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് ടൂൾസ് കൊടുക്കുക. എന്താ ടൂള്? അള്ളാഹു ആയിട്ടുള്ള കണക്ഷൻ, ദുആ, അല്ലെ? അള്ളാഹുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടെങ്കിൽ എന്ത് നിനക്ക് സോൾവ് ചെയ്യാൻ പറ്റും മോളെ അല്ലെങ്കിൽ മോനെ എന്ന് പറഞ്ഞിട്ട് വിടാൻ മാത്രമുള്ള പവർ നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അല്ലാതെ ഓരോ സ്റ്റെപ്പും എങ്ങനെ എടുക്കണം, അതായത് നമ്മൾ അവരെ 3 വയസ്സിലോ അല്ലെങ്കിൽ എപ്പോഴാണ് കുട്ടികൾ നടന്നു തുടങ്ങുന്നത്, 1 വയസ്സിൽ നമ്മൾ കാലിന്റെ മുകളിൽ വെച്ച് താത്തയെന്ന് പറഞ്ഞാൽ നടത്തിച്ച പോലെ 40 വയസ്സിൽ 50 വയസ്സിൽ നമ്മൾ അവരെ നടത്തിക്കണ്ട. ഓരോ സ്റ്റെപ്പ് അവർക്ക് പറഞ്ഞു കൊടുക്കണ്ട. അവർ ചിന്തിക്കട്ടെ, അവർ പഠിക്കട്ടെ, ചിന്തിച്ച ലെസൺസ് അവർ ജീവിതത്തിൽ അപ്ലൈ ചെയ്യട്ടെ, ഓവർകം ചെയ്യട്ടെ. ഓരോ സ്റ്റെപ്പും ക്യാപ്സ്യൂൾ മാതിരി പറഞ്ഞു കൊടുത്തിട്ട് അവരെ വഷളാക്കല്ല. വഷളാക്കുമ്പോൾ അവർ ലോകവും നഷ്ടപ്പെടും. കാരണം നിങ്ങളൊക്കെ ചിന്തിച്ചു നോക്കുക, നിങ്ങളൊക്കെ മക്കൾക്ക് ഒരു പക്ഷേ പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. നിങ്ങൾ ഈ പ്രൊട്ടക്ട് ചെയ്തത് കൊണ്ട് അവരുടെ പരീക്ഷണം തീർന്നിട്ടുണ്ടോ? ഒരിക്കലും തീരൂല. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് തർബിയത്തിന് ഉദ്ദേശിച്ചത് അത് തർബിയത്തിൽ എത്തുമ്പോഴേ അല്ലെങ്കിൽ അവർ ആ ലെസൺ പഠിക്കുമ്പോഴേ അള്ളാഹു അടുത്തതിലേക്ക് നീങ്ങുള്ളൂ. സുബ്ഹാനല്ലാഹ്. നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് അവരില്ലാതാക്കും തോറും നമ്മൾ അവർക്ക് ജീവിതത്തിൽ ലെസൺസ് ലേൺ ചെയ്യാനുള്ള അവസരമാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. ഓക്കെ, അവരെ നമ്മൾ അതിനു വേണ്ടിയിട്ട് ശരിക്കും അവർക്ക് കൊടുക്കേണ്ട ടൂൾസ് അവർക്ക് കൊടുത്തിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ദുആ, അല്ലെ, ദീനിന്റെ ഇൽമ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി അവരങ്ങ് വിട്ടു കഴിഞ്ഞാൽ ചിലപ്പം ഏറ്റവും ബെസ്റ്റ് അബദ്ധകളായിട്ട് ഈവൻ നമുക്ക് പോലും വെളിച്ചം കാണിച്ചു തരുന്ന അബദ്ധകളായിട്ട് നമ്മുടെ മക്കള് വളർന്നു വന്നേക്കാം. അപ്പം അവർക്ക് നമ്മൾ എന്താ കാണിച്ചു കൊടുക്കേണ്ടത്? ഈ പറഞ്ഞ ടൂളുകൾ, അല്ലെ, അള്ളാഹു സുബ്ഹാനഹു തആലയുമായിട്ടുള്ള അടുപ്പം, ഈ ടൂൾ ഉപയോഗിച്ച്, ഈ ദുആ എന്ന ടൂൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഞാൻ സക്സസ്ഫുൾ സ്വിമ്മർ ആയത്, എങ്ങനെയാണ് ഉമ്മ അല്ലെങ്കിൽ വാപ്പ പരീക്ഷണങ്ങളില് പരീക്ഷണങ്ങളെ തരണം ചെയ്തിട്ട് സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോണതെന്ന് ആ ടൂൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാന്ന് അവർക്ക് കാണിച്ചു കൊടുക്കലാണ് നമ്മൾ ചെയ്യേണ്ടത്. ആൻഡ് അവർക്കൊരു ഫീലിംഗ് കൊടുക്കുക. എന്തുണ്ടെങ്കിലും ഉമ്മ ഉണ്ട് അല്ലെങ്കിൽ വാപ്പ ഉണ്ട് എന്നുള്ള ഫീലിംഗ് കൊടുത്താൽ മതി. പക്ഷേ എന്തുണ്ടെങ്കിലും ഞാൻ ചെയ്തോളാം എന്നുള്ള ഫീലിംഗ് കൊടുത്തു കഴിഞ്ഞാല് അവരെപ്പോഴും ബാക്ക് സീറ്റ് എടുത്ത് അവിടെ അങ്ങനെ ഇരിക്കും. അവരവരുടെ ജീവിതം ജീവിക്കൂല. അവർ ജീവിതത്തിൽ പഠിക്കേണ്ട പാഠം പഠിക്കൂല. അവരുടെ ജീവിതം കൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല. അവർ ഇഹലോകത്തും ഒന്നും നേടില്ല, പരലോകത്തും ഒന്നും നേടില്ല. കാരണം അവരവരുടെ പരീക്ഷണങ്ങളിൽ സ്റ്റക്ക് ആയിരിക്കും. അപ്പൊ നമ്മള് അള്ളാന്റെ തർബീയത്തില് പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ അവരെ ജീവിതത്തിൽ ചെന്ന് അമ്മാതിരി പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാല് ഒറ്റ കാര്യം മനസ്സിലാക്കുക, അള്ളാഹ് പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. കാരണം അവരുടെ ഹൃദയത്തിൽ ഇഖ്ലാസ്, മാഷാ അല്ലാഹ്, നമ്മളുടെ മക്കളുടെ ഹൃദയത്തിൽ ഇഖ്ലാസ് ഉള്ളത് കൊണ്ടാണ്. എവിടെയോ നമ്മളെ മക്കൾക്ക് നമ്മളത് കണ്ടിട്ട് അള്ളാഹുവിലേക്ക് തിരിയണം എന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല അത് പഠിക്കാൻ വേണ്ടി അവർക്ക് പ്രാക്ടിക്കൽ ലെസൺസ് കൊടുക്കുന്നത്. നമുക്കറിയാലോ, അല്ലെ, തിയറി പഠിച്ചിട്ട് ഇന്ന് വരെ നമ്മൾ മാറിയിട്ടില്ല. ജീവിതത്തിലെ പ്രാക്ടിക്കൽ ലെസൺസ് കൊണ്ടേ നമ്മൾ മാറിയിട്ടുള്ളൂ. അതുപോലെ തന്നെയാണ് അവർക്കും. നമ്മൾ പ്രാക്ടിക്കൽ ലെസൺസ് കൊണ്ടേ മാറുള്ളൂ. അവർക്ക് നമ്മൾ കൊടുക്കുന്ന തിയറി കൊണ്ട് നമ്മൾ മാറണം എന്ന് വിചാരിക്കുന്നത് ശുദ്ധ വെട്ടിട്ട. ഓക്കെ, അപ്പം അവരുടെ ഹൃദയങ്ങളിലുള്ള ഇഖ്ലാസ് കൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല അവരെ പരീക്ഷിക്കുന്നത്. ആ പരീക്ഷണങ്ങളിൽ അവർ ജയിക്കണമെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ നമ്മളെ മക്കൾക്ക് കൊടുക്കണ്ട. കാരണം അവര് ചെയ്തതേ അവർക്ക് ഉണ്ടാവുള്ളൂ, നമ്മൾ ചെയ്തത് അവർക്ക് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ നമ്മളെ ഡ്യൂട്ടി ചെയ്യുക. അവരോരോ സമയമായി കഴിഞ്ഞാൽ അവരവരുടെ ജീവിതത്തിന് വേണ്ടി വിടുക. അവർക്ക് വേണ്ട സമയത്ത് ഞാനിവിടെ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ മാത്രം കൊടുത്താൽ മതി. ആ തോന്നൽ മതി മനുഷ്യന്മാർക്ക്. എനിക്ക് ഒരാൾ സപ്പോർട്ടിനുണ്ട് എന്നുള്ള ഒരു തോന്നൽ മതി മനുഷ്യന്മാർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എത്രത്തോളം പ്രൊട്ടക്ഷൻ കൊടുക്കുന്നോ അത്രത്തോളം നമ്മൾ അവരെ ജയിക്കുന്നതിൽ നിന്ന് തടയാണ്. അവരെ ജീവിതം യൂസ്ഫുൾ ആകുന്നതിൽ നിന്ന് തടയാണ്. അവരുടെ ജീവിതം ഇഹലോകത്തും
പരലോകത്തും യൂസ്ഫുൾ ആകുന്നതിൽ നിന്ന് തടയാണ് നമ്മൾ. അപ്പൊ അനാവശ്യമായ പ്രൊട്ടക്ഷൻ നമ്മൾ നമ്മളെ മക്കൾക്ക് കൊടുക്കണ്ട. പകരം ജീവിച്ച് കാണിച്ചു കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന ടൂൾസ് ഉപയോഗിച്ച് എങ്ങനെയാണ് ജീവിതത്തിൽ നേരിടേണ്ടത്. എന്ത് വന്നാലും ഞാനില്ലേ എന്നല്ല, അള്ള ഇല്ലേ എന്ന് അവർ നമ്മളോട് പറയുന്ന അവസ്ഥയിൽ നമ്മളെ അവരെത്തിക്കുക. പക്ഷെ പകരം നമ്മൾ അവരുടെ ഹിദായത്തിനെ അല്ലെങ്കിൽ അവരുടെ നന്നാവലിനെ അളക്കുന്നത് മൊത്തം എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളിലെ അവർ തട്ടട്ടിട്ടില്ലേ, പടച്ചോനെ മക്കള് മോശമായിപ്പോയി, അവർ നിസ്കരിക്കുന്നില്ല, പടച്ചോനെ നിസ്കാരമൊക്കെ നിർബന്ധം തന്നെയാണ്, പക്ഷെ അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആ ഒരു സീഡ് ഉണ്ടാവും. അവർ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്പം അവർ അള്ളാഹുവിനോട് അടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവരെ വെറുപ്പിച്ചിട്ട് അല്ലെ, അവര് പണ്ടാരുമ്മ പറയുന്നത് അങ്ങോട്ട് ചെയ്താളാം, ബാക്കിയുള്ളത് നോക്കണ്ട എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്താതിരിക്കാൻ ശ്രമിക്കുക. അവരുടെ ദീനിനെ, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ആ ഒരു വിത്തിനെ എന്താണ് വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക. നമ്മൾ കാണുന്ന പോലെ എക്സ്റ്റേണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആയിക്കഴിഞ്ഞാൽ ആയി എന്ന് വിചാരിക്കുമ്പോഴാണ് പലപ്പോഴും ഈ മഫ്തയിട്ട് നമുക്കനെയൊക്കെ ഇട്ട് നടക്കുന്ന കുട്ടികളെ നമുക്ക് മോശപ്പെട്ട പല സാഹചര്യങ്ങളിൽ നിന്നും പിടിച്ചു കൊണ്ടുവരേണ്ടി വരുന്നത്. കാരണം അവരുടെ ഉള്ളിലുള്ള ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഹൃദയത്തിന്റെ ഉള്ളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കൊണ്ട് നിറയ്ക്കണം എന്നുള്ള ആ ഒരു ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ പലതിലും ചെന്നപ്പെടും. പകരം പുറത്തുള്ള കാര്യങ്ങൾ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്നതാണെങ്കിൽ ഒത്തിരി ഡിലേ ആണെങ്കിലും അവരവിടെ എത്തിക്കൊള്ളും. കാരണം തർബിയത്ത് നടത്തുന്നവൻ അള്ളാഹുവാണ്, ഹിദായത്ത് കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. നമുക്ക് അവരെ ഇഷ്ടമുള്ളതിനേക്കാൾ അള്ളാഹ്ക്ക് അവരോട് ഇഷ്ടമുണ്ട്. നമുക്ക് അവർ സ്വർഗത്തിലെത്തണം നിർബന്ധമുള്ളതിനേക്കാൾ അള്ളാഹ്ക്ക് അവർ സ്വർഗത്തിലെത്തണം നിർബന്ധമുണ്ട്. അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന, നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് നമ്മൾ ബെസ്റ്റായിട്ട് ചെയ്യാൻ, ആവശ്യമായിട്ട് അവരെ പ്രൊട്ടക്ട് ചെയ്ത് പാമ്പർ ചെയ്ത് ഇല്ലാണ്ടാക്കണ്ട. ഓക്കെ, അവർക്കൊക്കെ അവരെ ഓരോരുത്തരുടെ ജീവിതത്തിലും വേറെ 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 സ്ക്രിപ്റ്റുകൾ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹ്ക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന പോലെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റൂല. അള്ളാഹ്ക്ക് പ്രാക്ടിക്കൽ ലെസൺസ് കൊണ്ട് പഠിപ്പിക്കാൻ പറ്റുന്ന പോലെ നമുക്ക് ഈ തിയറി കൊണ്ട് പഠിപ്പിക്കാൻ പറ്റൂല. അപ്പൊ തിയറി പറഞ്ഞിട്ട് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക, അവരതിലേക്ക് എത്തട്ടെ. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ പ്രാക്ടിക്കൽസ് അവർക്ക് കാണിച്ചു കൊടുക്കലാണ്. ഈ ടൂള് കൊണ്ട് എങ്ങനെ ഈസി ആയിട്ട് എത്ര ഭംഗിയായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കുക. ചിലപ്പം നമ്മളെ പ്രശ്നങ്ങളിൽ പോലും പരിഹാരങ്ങൾ തരാൻ അവർക്ക് പറ്റിയേക്കാം. അത്രക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് അവര് വളർന്നു വന്നേക്കാം. സുബ്ഹാനല്ലാഹ്. എനിക്ക് ഇപ്പോഴത്തെ കുട്ടികളെ കുറ്റം പറയുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നാറ് അവർക്ക് നമ്മൾ വേണ്ട രീതിയിലുള്ള ഗൈഡൻസ് അല്ല കൊടുക്കുന്നതെന്നാണ്. കാരണം അവർ അത്രയും വലിയ ഫിത്തനയുടെ നടുവിലാണ് ജീവിക്കുന്നത്. നമ്മളൊന്നും ജീവിച്ച കാലം പോലെയല്ല. എന്നിട്ട് അവർ ഇത്രയല്ലേ ഉള്ളൂ എന്നാ തോന്നുന്നത്. സുബ്ഹാനല്ലാഹ്. അവരത്രയും മെന്റലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലുള്ളത്. അവർ എന്ത് കാര്യവും ചിന്തിച്ച് റിസർച്ച് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലുള്ളത്. അപ്പൊ അവർക്ക് ചിന്തിക്കുകയും റിസർച്ച് ചെയ്യുകയും ചെയ്യുമ്പോൾ അതിന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഉത്തരം കിട്ടാത്തത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ അവരിങ്ങനെ നിൽക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളെ കാലത്ത് യൂസ് ചെയ്ത ദാവ ടെക്നോളജി യൂസ് ചെയ്ത ഒരു പക്ഷേ അതിപ്പോ വർക്ക് ആവില്ല. ശരിയാണ്, അന്നത്തെ ശരികളും ഇന്നത്തെ ശരികളും ഹലാലും ഹറാമും ഒക്കെ സെയിം, അതിനൊന്നും ഒരു മാറ്റമില്ല. ഹലാലും ഹറാമും നമ്മൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്ത് മാറ്റി പറഞ്ഞു കൊടുക്കുകയും ചെയ്യരുത്. പകരം നമ്മളെ ഭാഗത്തുനിന്ന് എക്സ്ട്രാ വേണ്ടത് എങ്ങനെ അതിലേക്ക് എത്താന്നുള്ള ഹെൽപ്പാണ് അവർക്ക് കൊടുക്കേണ്ടത്. നമ്മൾ എന്തൊക്കെയോ അതാണ് ഇതാണ് മറ്റേതാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയിട്ട് അവർ ചെയ്യുന്നില്ല എന്നുള്ള പരാതിയല്ല. ഓക്കെ, അള്ളാഹുവിന്റെ അടുത്ത് ഹിക്മത്തിന് വേണ്ടി തേടിക്കൊണ്ടേയിരിക്കുക നമ്മൾ ചെയ്യുന്ന ദാവകൾ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇതൊന്നും അല്ല, അതായത് നമ്മൾ ചെയ്തതേ നമുക്ക് ഉണ്ടാവുള്ളൂ, അവര് ചെയ്തതേ അവർക്ക് ഉണ്ടാവുള്ളൂ. അപ്പം അവര് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരം നമ്മൾ അവർക്ക് വിട്ടുകൊടുക്കുക. എല്ലാം നമ്മൾ തന്നെ ചെയ്ത് അതിന്റെ പുറമെ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന കിന്നാരവും കൂടെ നമ്മളെ ഏറ്റെടുത്തിട്ട് അവരെ ഒരിക്കലും ഒരു ഇബാദത്ത് ചെയ്യാൻ, അവരെ നമ്മളോട് ചെയ്യാനുള്ള ഇബാദത്ത് പോലും ചെയ്യാൻ ഒരു അവസരം ഉണ്ടാക്കാത്ത രീതിയിൽ നമ്മളെ മക്കളെ ഇല്ലാണ്ടാക്കണ്ട. അവർ പഠിക്കേണ്ട ലെസൺസ് അവർ പഠിക്കട്ടെ, അവർ ചെയ്യേണ്ട ഇബാദത്തുകൾ അവർ ചെയ്യട്ടെ, അവരെ ജീവിതം അവർ ഫൈറ്റ് ചെയ്തിട്ട് അവർ വിൻ ചെയ്യട്ടെ. അതിനുള്ള ടൂൾസ് കൊടുക്കുക, മാറി നിന്ന് വാച്ച് ചെയ്യുക, കാണിച്ചു കൊടുക്കുക, വീണു പോകുമ്പം സപ്പോർട്ട് കൊടുക്കുക. ഓക്കെ, എല്ലാ സമയത്തും സപ്പോർട്ട് കൊടുത്തിട്ട് ഞാൻ വീഴ്ത്തിയാലും എൻ്റെ മോനെ ഞാൻ വീഴാൻ സമ്മതിക്കൂല എന്ന് വിചാരിച്ചു വെക്കണ്ട. വീഴ്ത്താൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വീഴ്ത്തി പഠിപ്പിക്കുക തന്നെ ചെയ്യും. അത് നമ്മൾ ഡിലേ ആക്കി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം. ഓക്കെ, അപ്പം ദീനിന്റെ കാര്യത്തിൽ നമ്മളുടെ ആക്ഷൻസ് നമുക്കും നമ്മളുടെ മാതാപിതാക്കളുടെ ആക്ഷൻസ് അവർ ചെയ്ത അമലുകൾ അവർക്കുമാണ്. ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ, ഒരാൾക്കും വേറൊരാളെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത, പ്രത്യുപകാരം ചെയ്യാൻ പറ്റാത്ത ഒരു ദിവസമാണ്. സുബ്ഹാനല്ലാഹ്. സൂറത്ത് ലുഖ്മാനില് 33-ാമത്തെ ആയത്ത് എന്താ പറയുന്നത്? യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും
വഹ്ഷൗ യൗമ, മനുഷ്യരെ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കുക, ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടുകയും ചെയ്യുക. ഏത് ദിവസമാണ്? ലാ യജ്സി വാലിദുൻ അൻ വലദിഹി, ഒരു പിതാവും തന്റെ സന്താനത്തിന് പ്രയോജനം ചെയ്യാത്ത അങ്ങനെ ഒരു ദിവസം ഉണ്ട് അല്ലെ. ആ ദിവസത്തിനേക്കാണ് നമ്മൾ നമ്മളെ മക്കളെ പ്രിപ്പയർ ചെയ്യേണ്ടത്. പൊതുവേ നമ്മളൊക്കെ നമ്മളെ മക്കളെ പ്രിപ്പയർ ചെയ്യുന്നത് ഇവിടെ അല്ലെ. ഞാൻ ഇല്ലെങ്കിൽ ഓളെ ഒരു കാര്യവും നടക്കൂല, മോള് ഗൾഫിൽ നിന്നും വരുന്നുണ്ട്, ഞാനില്ലെങ്കിൽ ഓളെ മക്കളെ ഭക്ഷണം വരെ കിട്ടൂല. സുബ്ഹാനല്ലാഹ്, നമ്മളെ മക്കളെ പ്രിപ്പയർ ചെയ്യേണ്ടത് നമ്മളില്ലാത്തൊരു ദിവസത്തേക്കാണ്. നമ്മൾ മരിച്ചാലും അവർ നമ്മളെക്കാൾ പവർഫുൾ ആയിട്ട് ലോകത്ത് ജീവിക്കണം, നമ്മളെക്കാൾ പവർഫുൾ ആയിട്ട് മറ്റുള്ളവർക്ക് ദഅവ ചെയ്യണം. നമ്മളില്ലാണ്ട് അവിടെ നാളെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മളെക്കാൾ പവർഫുൾ ആയിട്ടുള്ള ഉത്തരം കൊടുക്കാൻ അവരുടെ അടുത്ത് ഉണ്ടാവണം. അല്ലാതെ ഞാൻ ഇല്ലെങ്കിൽ എൻ്റെ മോളില്ലാന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ എൻ്റെ മോനില്ലാന്ന് വിചാരിച്ച് നമ്മൾ അവരിങ്ങനെ നമ്മുടെ ചിറകിന്റെ അടിയിൽ മാത്രം വെച്ചിട്ട് ഒരു ഭർത്താവിന്റെ വീട്ടിലേക്ക് പോലും വിട്ടുകൊടുക്കാൻ നമുക്കിഷ്ടമല്ല. കാരണം അവർക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടായാലോ അല്ലെ. അപ്പം ഒരു പിതാവും ഒരു സന്താനത്തിനും പ്രയോജനം ചെയ്യാത്തൊരു ദിവസം, ലാ യജ്സി വാലിദുൻ അൻ വലദിഹി, അങ്ങനെ ഒരു ദിവസം ഉണ്ട്. ആ ദിവസത്തിന് അവര് പ്രിപ്പയർഡ് ആവണമെങ്കിൽ ഇന്നേ അവര് അതൊന്നും ഇല്ലാണ്ട്, ആരും ഇല്ലാതെ, ആരെ സപ്പോർട്ട് ഇല്ലാതെ അവരുടെ പരീക്ഷണങ്ങൾ അവർ നേരിടണം. പക്ഷെ ഒറ്റയ്ക്ക് തള്ളാനല്ല പറയുന്നത്, അവർക്ക് വേണ്ട ടൂൾസ് ഒക്കെ കൊടുക്കണം, അവർക്ക് വേണ്ട സഹായം കൊടുക്കണം. അവർ വീണുപോയാൽ നമ്മൾ തന്നെയുള്ളൂ അവർക്ക്, നമ്മൾ വേണം. അതിനാണ് നമ്മളെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞിട്ട് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്തിട്ടുള്ളത്. അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം, പക്ഷെ കൊടുക്കേണ്ടതേ കൊടുക്കാവൂ. ഓക്കെ. അപ്പം ഒരു പിതാവും ഒരു സന്താനത്തിനും പ്രയോജനം ചെയ്യാത്ത, വല മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ഷൈഅ, ഒരു സന്തതിയും പിതാവിന് ഒട്ടും പ്രയോജനകാരിയാവാത്ത അല്ലെ. നമുക്ക് മക്കൾ അതുണ്ട്, മക്കൾ അങ്ങനെയാണ്, മക്കൾ ആ ലെവലിലുണ്ട്, മക്കൾ ഈ കമ്പനിയിലുണ്ട്, മക്കൾ അവിടുത്തെ എന്തോ ഓഫീസറാണ്, ആനമയിൽ ഒട്ടകാണെന്നൊക്കെ പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. അവിടെ നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ മക്കളെ കുറിച്ച് ഒരുപാട് അഭിമാനവും ഒരുപാട് ബോസ്റ്റും ചെയ്യുന്ന മാതാപിതാക്കൾ സുബ്ഹാനല്ലാഹ് ഒന്നും ഉണ്ടാവില്ല അല്ലെ. മക്കൾക്ക് മാതാപിതാക്കളും മാതാപിതാക്കൾക്ക് മക്കളും ഇല്ലാത്ത ഒരു ദിവസമാണ് അന്ന്. അതിനു വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്തിട്ട് സ്വന്തം ഉണ്ടാക്കേണ്ടത് സ്വന്തം തന്നെ ഉണ്ടാക്കണം. നമുക്ക് ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കണം. ഒരുപക്ഷെ നമ്മളൊക്കെ ഇതുപോലെ പലരെയും സഹായിക്കുന്ന ഒരു ഫീൽഡിലുള്ള ആളുകളായിരിക്കും അല്ലെ. പല രീതിയിലും അത് സാമ്പത്തികമായിട്ടും ഇൽമ കൊണ്ടും ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിടാനും ഒക്കെ നമ്മൾ സഹായിക്കുന്ന ആൾക്കാരായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെയുള്ള ഒരു ഫീൽഡിൽ ഉണ്ടാവുമ്പോഴും ഒരുപക്ഷെ നമ്മളെ പോലെയുള്ള ടീച്ചേഴ്സിന് പോലും നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നമ്മൾ ടീച്ചിങ് ചെയ്യണം, നമ്മൾ ദഅവ ചെയ്യണം, നമ്മൾ കൊടുക്കണം, ഒക്കെ ശരിയാണ്. പക്ഷെ അപ്പോഴും നമ്മളുടെ മേലിൽ ബാധ്യതയുള്ള ഇബാദത്തുകൾ അത് അവിടെ ബാധ്യത തന്നെയായിട്ട് കിടക്കാണ്. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന വേണം. ഫുൾ ടൈം ഞാൻ ഫുൾ അവരെ നന്നാക്കുന്ന തിരക്കിലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടൂല. നമ്മളുടെ ബന്ധങ്ങൾ നമ്മൾ നിലനിർത്തണം. നമ്മളുടെ മാതാപിതാക്കൾ, നമ്മളുടെ കുടുംബങ്ങൾ, നമുക്ക് ചെയ്യാനുള്ള പല കാര്യങ്ങളും അത് നമ്മൾ തന്നെ ചെയ്യണം. ഓക്കെ, ഈ പറഞ്ഞവരൊന്നും അത് വന്ന് ചെയ്യൂല. അപ്പം ആ ഒരു രീതിയിൽ ബാലൻസ്ഡ് ആയിട്ടായിരിക്കണം നമ്മൾ ഈവൻ ചെയ്യുന്ന ദഅവ പോലും. സുബ്ഹാനല്ലാഹ്. ഓക്കെ. അപ്പൊ എപ്പോഴും നമ്മൾ ആ ഒരു ബാലൻസ്, ഈ ഒരു കാര്യം അന്ന് ആർക്കും പ്രയോജനപ്പെടൂല എന്നുള്ള ആ ഒരു കാര്യം, അതുകൊണ്ട് നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യാതെ ഞാൻ അത് ചെയ്യായിരുന്നു അത് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഓടിയിട്ട് പിന്നെ നഷ്ടക്കാരിൽ പെട്ടുപോകരുത്. ഒരാളും വേറൊരാളും പ്രയോജനപ്പെടാത്ത ഒരു ദിവസമാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് നാളെ ഉണ്ടാവും. അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പം എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ വലാ യുഖ്ബലു, സ്വീകരിക്കപ്പെടുകയില്ല. ഖാഫ് ബാ ലാം ഖുബൂൽ, മിൻഹ, അതിൽ നിന്ന്, ഒരു നഫ്സിൽ നിന്നും അന്ന് സ്വീകരിക്കപ്പെടുകയില്ല. അദലുൻ, അദൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐൻ ദാൽ ലാം, അതിൽ രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതിൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ്, നീതി, ന്യായം എന്നുള്ള അർത്ഥത്തിലും വരും. വേറൊന്ന് തുല്യമായത്, ഈക്വൽ ആയിട്ട്, എന്തെങ്കിലും ഒന്നിന് ഈക്വൽ ആയിട്ട് പകരം കൊടുക്കുന്നത് എന്നൊക്കെ അതിന് അർത്ഥം. അപ്പം അന്ന് യൗമുൽ ഖിയാമയില്, പ്രതിഫല ദിവസത്തിന് നാളില് ഒരു അതിലും സ്വീകരിക്കപ്പെടുകയില്ല, ഒരു കോമ്പൻസേഷനും സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് പറയുന്നത്. കോമ്പൻസേഷൻ എന്ന് പറയുന്നതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഓരോ മനുഷ്യനും അവനവൻ ചെയ്ത തിന്മകൾക്കാണ് ശിക്ഷിക്കപ്പെടുക അല്ലെ. അപ്പം ആ ഒരു ദിവസം നമ്മൾ ചെയ്ത തിന്മകൾക്ക് ശിക്ഷിക്കപ്പെടുമ്പോൾ അള്ളാഹ് എൻ്റെ അടുത്തുള്ള മുഴുവൻ സ്വത്തും നീ എടുത്തോ, എനിക്കുള്ളതെല്ലാം ഞാൻ നിനക്ക് തരാം, നീ എന്നെ രക്ഷപ്പെടുത്തോ, നീ എന്നെ വിട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കൂല. പ്രത്യേകിച്ച് ഇപ്പം ഇന്നത്തെ ലോകത്ത് ഐഹികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അല്ലെ, പിടിക്കപ്പെട്ട തെറ്റുകൾ,
അതിൽ നിന്ന് മോചനത്തിന് വേണ്ടി മോചനദ്രവ്യം കൊടുക്കും. അത് തെറ്റിന്റെ വ്യാപ്തിക്ക്, തെറ്റിന്റെ ഡിഗ്രിക്ക് അനുസരിച്ചാണ് ആ ദ്രവ്യത്തിന്റെ വാല്യൂ. ഇപ്പൊ നമുക്കറിയാം റീസെന്റ് കേരളത്തിൽ ഒരു കളക്ഷൻ ഡ്രൈവ് നടന്നില്ലേ, 34 കോടി. മീൻ. അപ്പം അങ്ങനെയുള്ള തെറ്റുകൾ, തിന്മകളുടെ വലിപ്പം കൂടുന്തോറും അതിന് ഒരു ബെയിൽ, അതായത് ജാമ്യം കിട്ടണം എന്നുണ്ടെങ്കിൽ ആ തിന്മയുടെ കടുപ്പത്തിനനുസരിച്ച് നമ്മൾ പൈസ, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള അതിൽ ഈക്വൽ ആയിട്ടുള്ള ഒരു വാല്യൂ കൊടുക്കണം. സുബ്ഹാനല്ലാഹ്. അപ്പം ആ ഒരു പൈസ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ വാല്യൂ ആണ്, അല്ലെ? അതായത് അയാളെ രക്ഷപ്പെടുത്താനുള്ള വാല്യൂ ആണ്. ഇനി ചെറിയ തിന്മയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു സാധാരണ ഒരു നോർമൽ ഒരു സിവിൽ ഒഫൻസ് ഒക്കെ ആണെങ്കിൽ കോടതിയിൽ നിന്നും ജാമ്യം എടുക്കാൻ ചെറിയ എന്തോ പൈസയാണ്, 1000, 2000, 4000, 8000 ആ ഒരു ലെവലിലുള്ള പൈസകളാണ് നമ്മൾ കൊടുക്കുക ജാമ്യത്തിന് വേണ്ടിയിട്ട്. അപ്പം ഒരാൾക്ക് കൊടുക്കുന്ന മോചനദ്രവ്യം അല്ലെങ്കിൽ ജാമ്യത്തിന്റെ തുക എന്ന് പറയുന്നത് എന്താണ്? അതിൽ ഈക്വൽ ആണ്. അപ്പൊ അയാൾ ചെയ്ത തിന്മയ്ക്ക് ഈക്വൽ ആണ്, അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പൈസ. ആ ഒരു വ്യക്തിക്ക് ഈക്വൽ ആണ്. അതായത് ആ വ്യക്തി എന്ന് പറയുന്നത് അവിടെ ആ തിന്മയാണല്ലോ, അല്ലെ? അപ്പൊ ആ തിന്മയ്ക്ക് ഈക്വൽ ആണ്. അതുകൊണ്ടാണ് അതിൽ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പം അന്നത്തെ ദിവസം ഇത്തരത്തിലുള്ള ഒരു അതിലും എടുക്കപ്പെടുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല, ഞാൻ എല്ലാം നിനക്ക് തരാൻ റബ്ബേ, എനിക്ക് എന്റെ കയ്യിലുള്ളതൊക്കെ ഞാൻ തരാൻ റബ്ബേ, നീ എന്നെ ഫ്രീ ആക്കുക, നീ എന്നെ നരകത്തിലേക്ക് അയക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റൂല. ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള, അല്ലെ, ലോകത്തിന്റെ ചരിത്രത്തിൽ ജീവിച്ചതിൽ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും, ഫിറഔൻ ആണെങ്കിലും ഖാറൂൻ ആണെങ്കിലും ഹാമാൻ ആണെങ്കിലും അവർക്കൊന്നും പറയാൻ പറ്റില്ല, അള്ളാ നീ എന്റെ എല്ലാം എടുത്തോ, എന്നെ രക്ഷിച്ചോ എന്ന് പറയാൻ പറ്റൂല. കാരണം എന്താ? ഈ പറഞ്ഞ എല്ലാ സ്വത്തും നമുക്ക് ഭൂമിയിൽ ഉണ്ടെന്ന് പറയുന്ന ഏതൊരു സ്വത്തും അത് ആരുടേതാണ്? അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ, അല്ലെ? താൽക്കാലികമായിട്ട് ഭൂമിയിൽ അള്ളാഹ് തന്നേ ഉള്ളൂ. നമ്മളെ കയ്യിലൊക്കെ ഉള്ളതൊക്കെ, നമ്മൾ ഓൺ ചെയ്യുന്നു എന്ന് പറയുന്നതൊക്കെ എന്താണ്? അള്ളാഹിന്റെതാണ്. അള്ളാഹ് തൽക്കാലത്തേക്ക് നമ്മളെ കൈക്കൊന്ന് വിട്ട് തന്നതാണ്, അല്ലെ? അപ്പൊ അതന്നെ അള്ളാഹ്ക്ക് കൊടുത്തിട്ട് എന്നെ ഫ്രീ ആക്കുക, അള്ളാഹിന്റെ പൈസ അള്ളാഹ്ക്ക് കൊടുത്തിട്ട് എന്നെ ഫ്രീ ആക്കുക എന്ന് പറയുന്നത് എന്ത് വിഡ്ഢിത്തല്ലേ? സുബ്ഹാനല്ലാഹ്. അത് കിട്ടിയ സമയത്ത് നമ്മൾ കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും, അതായത് നമ്മളുടെ അമലുകൾ, അല്ലെ? അപ്പം അള്ളാഹിന്റെ പൈസ തന്നെ കൊടുത്തിട്ട് അള്ളാഹിനോട് രക്ഷപ്പെടുത്താൻ വേണ്ടി പറയാൻ അന്ന് പറ്റൂല. വേറൊരു കാരണം എന്താന്ന് വെച്ചാൽ, അന്ന് അതിൽ സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള വേറൊരു കാരണം എന്താ വെച്ചാല്, ആ ദിവസത്തെ കറൻസി എന്ന് പറയുന്നത്, ആ ദിവസം ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുന്നത് നമ്മളെ സ്വത്ത് കൊണ്ടല്ല. സുബ്ഹാനല്ലാഹ്. ആ ദിവസം എല്ലാ ട്രാൻസാക്ഷനും നടക്കുന്നത് നമ്മളുടെ അമല് കൊടുത്തിട്ടാണ്. സുബ്ഹാനല്ലാഹ്. അന്ന് നമ്മൾ വേറെ ആൾക്ക് കടം കൊടുക്കുന്നതും എന്താണ്? നമ്മളുടെ അമലാണ്. സുബ്ഹാനല്ലാഹ്, അല്ലെ? അവിടെ ചെന്നിട്ട് നമ്മൾ വേറൊരാൾക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിലും അവര് നമുക്ക് എന്തെങ്കിലും തരണമെങ്കിലും അതൊക്കെ നമ്മളുടെ അമലുകളാണ്. അവിടുത്തെ ട്രാൻസാക്ഷൻ കറൻസി എന്ന് പറയുന്നത് അമലാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഈ ലോകത്തേക്ക് അയച്ചത് ഈ പറഞ്ഞ സ്വത്ത് ഉണ്ടാക്കിയിട്ട് അവിടെ ചെന്ന് അള്ളാഹിനോട് വിലപേശാനല്ല. അന്ന് അള്ളാഹിന്റെ അടുത്ത് വിലപേശാൻ നമുക്ക് പറ്റൂല. അന്ന് നമുക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഭൂമിയിൽ സമ്പാദിക്കുന്ന അമല് മാത്രമാണ്. അന്നത്തെ കറൻസി അമല് മാത്രമാണ്. അപ്പം ഈ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ടല്ലോ, ഒരു ഭൂമി നിറയെ സ്വർണം കൊടുത്തു കഴിഞ്ഞാലും, സ്വർണം നീ മോചനദ്രവ്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാലും അത് സ്വീകരിക്കപ്പെടുകയില്ല. രണ്ടാമത്തെ കാരണം, അതായത് ആദ്യം നമ്മൾ പറഞ്ഞു ഇത് അള്ളാന്റെ സ്വത്താണ്, അള്ളാന്റെ സ്വത്ത് വെച്ച് അള്ളാഹ്ക്ക് നമുക്ക് മോചനദ്രവ്യം കൊടുക്കാൻ പറ്റൂല, എനിക്ക് പകരം ഞാൻ നിന്റെ സ്വത്ത് തരാന്ന് പറയാൻ പറ്റൂല. 2, അന്നത്തെ കറൻസി, അന്ന് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്നത് സ്വത്ത് കൊണ്ടല്ല, നമ്മളുടെ അമല് കൊണ്ടാണ്. 3, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്നും കൊണ്ടല്ല പോണത്, അല്ലെ? മരിച്ചതോടുകൂടി തീർന്നു. സുബ്ഹാനല്ലാഹ്. നമ്മൾ നമ്മളുടെ ഖബറിലേക്ക് അതൊന്നും കൊണ്ടുപോകുന്നില്ല. നമ്മളുടെ ഖബറിലേക്ക് എന്താ നമ്മൾ കൊണ്ടുപോകുന്നത്? ഭൗതികമായിട്ട് നമ്മളുടെ ആ ഒരു കഫൻ പുടവ മാത്രം, അല്ലെ? ബാക്കി നമ്മളുടെ അമലുകളാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ജാരിയായത് എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. ഫിറഔനെ പോലെയുള്ള ആളുകൾ അവരുടെ സ്വത്തും കൊണ്ടുപോയവരുണ്ട്, അല്ലെ? സുബ്ഹാനല്ലാഹ്. സ്വത്തും അവരുടെ കൂടെ എന്താണ് മറവ് ചെയ്ത ആളുകളൊക്കെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. പക്ഷെ അവരങ്ങ് പോയി കഴിഞ്ഞാൽ അത് ആൾക്കാരെടുക്കും, അല്ലെ? അത് ആൾക്കാരെടുത്ത് അവര് അതിന്റെ പേരിൽ കച്ചറ ഉണ്ടാക്കിയിട്ട് അവർ അതും കൊണ്ട് പോയിക്കോളും. ഏതൊരാൾ മരിച്ചു കഴിഞ്ഞാലും സ്വത്ത് മറ്റുള്ളവർക്കുള്ളതാണ്. അപ്പം ഒന്നും ബാക്കിയുണ്ടാവില്ല അന്ന് അള്ളാഹിന്റെ അടുത്ത് ചെന്നിട്ട് വിലപേശാൻ. കാരണം നമുക്കറിയാം അന്നത്തെ ദിവസം ഇദാ ദുഃഖത്തിൽ അർദു ദക്കൻ ദക്ക, സൂറ ഫജ്ർ 21-ാമത്തെ ആയത്ത്. ഭൂമി പൊടി പൊടിയായി പൊടിക്കപ്പെടുന്ന ഒരു ദിവസമാണ്. പിന്നെ എന്തെങ്കിലും ബാക്കി ഉണ്ടാവോ? നമ്മളെ സ്വത്തോ നമ്മുടെ സ്വർണ്ണോ നമ്മുടെ സമ്പാദ്യം ഒന്നും ഉണ്ടാവില്ല, അല്ലെ? അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ യൗമുൽ ഖിയാമയിലേക്ക് ചെല്ലുന്നത്. നമുക്ക് അന്ന് കൊണ്ടുപോകാൻ ഒന്നും ഉണ്ടാവില്ല അള്ളാഹിന്റെ അടുത്ത്. എല്ലാം അള്ളാന്റേതായി മാറി. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് എല്ലാം പൊടിച്ചു കളഞ്ഞു. അപ്പം വലാ യുഖ്ബലു മിൻഹാ അദ്ലുൻ, അന്ന് ഒന്നും സ്വീകരിക്കപ്പെടുകയില്ല നിങ്ങളുടെ അമലുകളല്ലാതെ.
അപ്പം അന്ന് റിച്ച് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ നമ്മളെ കൂടെ കൊണ്ടുപോകേണ്ടത്? അമല് സ്വാലിഹാത്ത്. അന്ന് നമ്മളെ റിച്ച് ആക്കുന്നത്, നമ്മളെ സമ്പന്നനാക്കുന്നത് നമ്മുടെ അമല് സ്വാലിഹാത്താണ്. അല്ലാതെ നമ്മളുടെ നമ്മളിവിടെ സമ്പാദിച്ച സമ്പത്തും സ്വർണവും ഒന്നല്ല. വലാ യുഖ്ബലു മിൻഹാ അദ്ലുൻ വലാ തൻഫഉഹാ ശഫാഅത്തുൻ. അന്ന് ഒരു ഷഫായും ഒരു ശുപാർശയും സ്വീകരിക്കപ്പെടുകയില്ല, പ്രയോജനപ്പെടുകയില്ല. ലാ തൻഫഉഹാ, നൂൻ ഫ ഐൻ നഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയോജനം. ലാ തൻഫഅഹാ പ്രയോജനപ്പെടുകയില്ല. എന്ത്? ഷഫാ എന്ന് പറഞ്ഞാൽ ശുപാർശ. ഷീൻ ഫ ഐൻ. ഷഫാ എന്ന് പറയുന്നത് വിത്റിന്റെ ഓപ്പോസിറ്റ് ആണ്. വഷഫൈ വൽ വത്ർ. വിത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന്, അല്ലെ? അതായത് ഒറ്റയായ കാര്യങ്ങൾക്കാണ് വിത്ര എന്ന് പറയുന്നത്. നമ്മൾ വിത്ര നിസ്കരിക്കുന്നത് 1, 3, 5, 7 അങ്ങനെ. അപ്പൊ ഷഫാ എന്ന് പറഞ്ഞാൽ ഇരട്ട, 2. അപ്പൊ ഷഫാ എന്ന് പറയുന്നത് എന്താ? ഒരാള് അല്ലെ അന്നത്തെ ദിവസം ഒറ്റയ്ക്കാണ്, ഓരോരുത്തരും ഒറ്റയ്ക്കാണ്. അപ്പം ഒരാളും കൂടെ അയാളെ കൂടെ ജോയിൻ ചെയ്യാം. എന്തിന്? അയാൾക്ക് വേണ്ടിയിട്ട്. അതായത് ഒരാളും കൂടെ ജോയിൻ ചെയ്ത 1 എന്നുള്ളത് 2 ആയി, അല്ലെ? എന്നിട്ട് അയാൾ എന്ത് ചെയ്യും? അയാൾക്ക് വേണ്ടി സംസാരിക്കും, അയാൾക്ക് സപ്പോർട്ട് ചെയ്യും, അയാൾക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഷഫാ ഉണ്ടാവുന്നത്. ഒരാൾ ഒറ്റയ്ക്കാവുമ്പോൾ അയാളുടെ കൂടെ ഒരാളും കൂടെ ചേർന്ന് നിന്ന് അയാൾക്ക് വേണ്ടിയിട്ട് ഷഫാത്ത് നടത്തുക. അപ്പൊ നമ്മൾ ഭൂമിയിൽ എന്തെങ്കിലും ഒരു കേസിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കാണ്, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അല്ലെ? അപ്പൊ നമ്മളൊരു ലോയറിനെ ഹയർ ചെയ്യും, ഒരു അഡ്വക്കേറ്റിനെ ഹയർ ചെയ്യും. എന്നിട്ട് അഡ്വക്കേറ്റ് നമുക്ക് വേണ്ടി സംസാരിക്കും, നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും, നമുക്ക് വേണ്ടി കേസ് നടത്തും, അല്ലെ? അപ്പം അവിടെ എന്താണ്? ഷഫാ ഒന്നുള്ളത് 2 ആയിട്ട് മാറാണ്. അപ്പൊ വലാ തൻഫഉഹ ഷഫാ, ആ ദിവസം ഒരു ഷഫാഅത്തും പ്രയോജനപ്പെടാൻ പോകുന്നില്ല. സുബ്ഹാനല്ലാഹ്. അതിന്റെ അർത്ഥം അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കാതെ അന്ന് ആർക്ക് വേണ്ടിയും ഷഫാഅത്ത് നടത്താൻ പറ്റൂല. നമുക്കറിയാം ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുള്ള തെളിവുകളിലൊക്കെ അന്നത്തെ ദിവസം ഷഫാഅത്ത് നടക്കുന്നുണ്ട്, അല്ലെ? അന്ന് ഷഫാഅത്ത് ഉണ്ട്. സുബ്ഹാനല്ലാഹ്. പലർക്കും ഷഫാഅത്ത് ചെയ്യാനും ഷഫാഅത്ത് കിട്ടാനും ഉള്ള അവസരമുണ്ട്. പക്ഷേ എല്ലാവർക്കും അനുവാദമില്ല. എല്ലാരിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല. അള്ളാഹ്ക്ക് വേണ്ടവർ, അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് നിന്ന് മാത്രമേ അന്ന് ഷഫാഅത്ത് ഉണ്ടാവുള്ളൂ. അപ്പം വലാ തൻഫഉഹ ഷഫാഅത്തു എന്ന് പറയുമ്പോൾ ഷഫാഅത്തേ ഇല്ല എന്നാണോ പറയുന്നതെന്ന് വിചാരിക്കേണ്ട. ഷഫാഅത്ത് പ്രയോജനപ്പെടുകയില്ല. എങ്ങനെയല്ലാതെ? അള്ളാഹു ഉദ്ദേശിക്കുന്നതല്ലാതെ. അള്ളാഹു ഉദ്ദേശിക്കുന്നവരിൽ നിന്നേ അള്ളാഹു ഷഫാഅത്ത് എടുക്കുള്ളൂ. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കേ അള്ളാഹു ഷഫാഅത്ത് കൊടുക്കുള്ളൂ. അപ്പൊ അന്നത്തെ ദിവസം നമ്മൾ അള്ളാന്റെ കാരുണ്യത്തിൽ, അള്ളാന്റെ റഹ്മത്തിലാണ് നമ്മൾ അന്നത്തെ ദിവസം നിൽക്കാനുള്ളൂ, അല്ലെ? വലാഹും യുൻസറൂൻ. അവന് സഹായിക്കപ്പെടുകയുമില്ല, അവന് യാതൊരു സഹായവും കിട്ടുകയില്ല. സുബ്ഹാനല്ലാഹ്. അന്നത്തെ ദിവസം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയിൽ നിന്ന് ഒരു തരത്തിലുള്ള സഹായവും കിട്ടൂല. അപ്പം നമ്മൾ നമ്മളുടെ തെറ്റുകൾക്ക് അന്ന് ഉത്തരവാദികളാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ബനൂ ഇസ്രായേലിനെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒന്നും കൂടെ അള്ളാഹു അവരുടെ അനുഗ്രഹങ്ങളൊക്കെ ഓർമ്മിപ്പിച്ച് നിങ്ങൾക്ക് ഞാൻ സ്പെഷ്യലായിട്ട് തന്നിട്ടുണ്ട് എന്നുള്ള നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അള്ളാഹ് പറയാണ്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുക, ഇല്ലെങ്കിൽ വത്തഖൂ യൗമൻ ലാ തജ്സി, അല്ലേ? നിങ്ങൾ ഓർത്തോ, ഇങ്ങനെ ഒരു ദിവസം ഉണ്ട്, ഒന്നും പ്രയോജനപ്പെടൂല. നിങ്ങൾ പൂർവികര ആനമേൽ ഒട്ടക എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, ഒരു ഗുണം ഉണ്ടാവാൻ പോണില്ല അന്ന്. സുബ്ഹാനല്ലാഹ്. അന്ന് ആർക്കും ഒരു ഉപകാരത്തിൽ പെടാത്ത ദിവസമാണ്. നമുക്ക് ഒരുപാട് ലെസൺസ്, അല്ലെ? നമ്മൾ ഓൾറെഡി ലെസൺസ് പറഞ്ഞു കഴിഞ്ഞു ഇതിനകത്ത്. സുബ്ഹാനല്ലാഹ്. അപ്പം ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന അനുഗ്രഹങ്ങൾ അതിന് വേണ്ട രീതിയിൽ നമ്മൾ ആ സമയത്ത് വാല്യൂ ചെയ്തില്ലെങ്കിൽ ഒരു സമയം വരും അള്ളാഹ് അത് എടുത്ത് കളയുന്നത്. ആ അനുഗ്രഹങ്ങൾ നമുക്ക് അഹങ്കാരങ്ങളാണ് തന്നതെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് അത് എടുത്തു കളയാൻ ഒരു പ്രയാസവും ഇല്ല, അല്ലെ? അപ്പം അള്ളാഹ് തന്ന അനുഗ്രഹങ്ങളായിട്ട് കാണിക്കുക, നന്ദി കാണിക്കുക, അതിന് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുക. മറ്റുള്ളവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു പക്ഷെ നമുക്ക് പരീക്ഷണമാക്കി മാറ്റി വെച്ചതായിരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവർക്ക് കൊടുക്കുക തന്നെ ചെയ്യും. അത് നമ്മൾ വഴിയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ജയിച്ചു. ബ്യൂട്ടിഫുൾ ആയിട്ട് അള്ളാഹ്ക്ക് തൃപ്തിയുള്ള രീതിയിൽ ശ്രമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷെ ആ ഒരു അനുഗ്രഹം ഉപയോഗിച്ച് നമ്മൾ അഹങ്കാരം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹു അവർക്ക് ഹിദായത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു കൊടുക്കുക തന്നെ ചെയ്യും. പക്ഷെ നമ്മൾ അള്ളാഹ് തന്ന ആ ഒരു ചാൻസ് മിസ് ചെയ്ത ആളുകളായി. ഓക്കെ. അപ്പൊ അള്ളാന്റെ കാരുണ്യം അള്ളാഹു അവരെടുത്ത് ബനൂ ഇസ്രായേലിന്റെ അടുത്ത് ഇവിടെ വീണ്ടും 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 ഓർമ്മിപ്പിക്കുകയാണ്, വീണ്ടും ചാൻസ് കൊടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതുപോലെ നമുക്കും ഒരുപാട് ചാൻസസ് തന്നിട്ടുണ്ട്. നമ്മളെ ചുറ്റുപാടും ഒരുപാട് ഓർമ്മപ്പെടുത്തലുകളുണ്ട് നമ്മളുടെ നിഅമത്തുകളെ കുറിച്ച്. നമുക്ക് ഇതുപോലെയുള്ള ക്ലാസ്സുകളിലൂടെ കിട്ടുന്ന ഓർമ്മപ്പെടുത്തലുകളുണ്ട്, ഖുർആനിലൂടെ കിട്ടുന്ന ഓർമ്മപ്പെടുത്തലുകളുണ്ട്, നമ്മുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങളിലൂടെയുള്ള ഓർമ്മപ്പെടുത്തലുകളുണ്ട്, അല്ലെ? നമ്മൾ അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നന്ദിയുള്ളവരാകാൻ വേണ്ടിയിട്ട്. പിന്നെ യൗമുൽ ഖിയാമ, അല്ലെ? അന്നത്തെ ദിവസം ത്തിന് വേണ്ടി ചെയ്യാൻ നമുക്ക് ഇനിയും സമയമുണ്ട്, അല്ലെ?
സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ. അള്ളാഹ് നമുക്ക് ഇനിയും സമയം തന്നിട്ടുണ്ട്, ഓർമ്മപ്പെടുത്തിയും തന്നിട്ടുണ്ട്, ടൂൾസ് ഒക്കെ അതുകൊണ്ട്. ലേറ്റ് അല്ല ഇപ്പോഴും, നമുക്ക് ഇനിയും ശ്രമിക്കാം അല്ലെ. ഇന്നലെ എന്താ പറയാ നമ്മള് ഇതിന്റെ തിലാവയുടെ കാര്യം പറഞ്ഞപ്പം അതൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും അന്നത്തെ കറൻസി അല്ലെ, അന്ന് ആവശ്യമുള്ള കറൻസിയായ അമല് ഏൺ ചെയ്യാനുള്ള അവസരങ്ങളാണ് അല്ലെ. അന്ന് നമുക്ക് എവിടെയെങ്കിലും ഒരു ഇത്തിരി മിസ്സിംഗ് ഉണ്ടെങ്കിൽ ചിലപ്പം അത് വെച്ച് ഈ ഒരു ഗ്യാപ്പ് വെച്ച് ഫില്ല് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. അന്ന് ആർക്കും അല്ലെ, മക്കൾ ചെയ്തത് മാതാപിതാക്കൾക്കോ, മാതാപിതാക്കൾ ചെയ്തത് മക്കൾക്കോ, സുഹൃത്തുക്കൾക്കോ ആർക്കും എന്താണ് ഉപകരിക്കാൻ പറ്റാത്ത ദിവസമാണ്. ആർക്കും ഷഫാത്ത് ചെയ്യാൻ പറ്റാത്ത ദിവസമാണ്. ഒരു സമ്പാദ്യവും ഒരു സ്വത്തും വേറെ നമ്മൾ ഉണ്ടാക്കിയ ഒരു കാര്യവും ഹെൽപ്പ് ചെയ്യാത്ത ദിവസമാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുന്ന ഓരോ കാര്യവും വൈസായിട്ട് ചെയ്യാൻ നോക്കുക. വെറുതെ സമയം കളയുന്ന രീതിയിൽ നമ്മുടെ ടൈമിനെ ഇൻവെസ്റ്റ് ചെയ്യാത്ത രീതിയിൽ നോക്കുക. സുബ്ഹാനല്ലാഹ്. അന്ന് ഹെൽപ്പ് അള്ളാഹിന്റെ അടുത്തുനിന്ന് മാത്രമേ കിട്ടുള്ളൂ. അതുപോലെ നമ്മൾ ചെയ്തത് നമുക്ക്, അവര് ചെയ്തത് അവർക്ക്. വേറെ ഒരു കാര്യം കൊണ്ടും കോമ്പൻസേഷൻ അന്ന് ഇല്ല. ഒരു തരത്തിലും ശിക്ഷ അള്ളാന്റെ കാരുണ്യം കൊണ്ടല്ലാതെ കുറഞ്ഞു കിട്ടില്ല. അതുകൊണ്ട് അള്ളാന്റെ കാരുണ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുക. അന്നത്തെ ദിവസത്തിൽ നമ്മൾ മാക്സിമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണോ അത് ചെയ്യാം. ഓക്കെ. അപ്പൊ ബനു ഇസ്രായേലിന്റെ കാര്യം പ്രത്യേകം പ്രത്യേകം നമുക്ക് ലെസൺസ് ആണ്, വീണ്ടും വീണ്ടും ലെസൺസ് ആണ്. അവര് ചെയ്ത പലതും നമ്മളും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് മാക്സിമം ഉണ്ടാക്കാൻ പറ്റുന്നത് ഏതൊക്കെ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുമോ ഉണ്ടാക്കുക. അതേപോലെ നമ്മൾ ദാവത്ത് ചെയ്ത് കൊടുക്കുന്നവരെ, നമ്മളുടെ കുടുംബങ്ങൾ, നമ്മളുടെ മക്കൾ ഒക്കെ, അവരൊക്കെ അതിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മൾ അവരെ പുഷ് ചെയ്ത് ഇടങ്ങാറാക്കി എന്താ പറയാ അവരെ വെറുപ്പിച്ച് ചെയ്യുക എന്നുള്ളതല്ല. അവർ നമ്മളുടെ ദാവ ഏറ്റവും ഭംഗിയുള്ള ഇബാദത്താക്കി മാറ്റുക. നമ്മളുടെ ദാവയുടെ നീയത്ത് അവര് നാളെ ഇതിലേക്ക് എത്തുക എന്നുള്ളതാക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ഭംഗിയാക്കി ചെയ്യും. അല്ലാതെ നമ്മൾ പറഞ്ഞല്ലോ, നമ്മളെ ഡ്യൂട്ടി കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് ചെയ്യാനുള്ളതാക്കരുത്. അവരതിലേക്ക് ഇങ്ങനെ എത്തണം എന്ന് നീയത്ത് വെച്ചിട്ട് ചെയ്യാനുള്ളതാവുക. അതിന് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക, മാതൃക കാണിച്ചുകൊണ്ടേയിരിക്കുക. ശരിയും തെറ്റും പറഞ്ഞു കൊടുക്കണം. ശരിയും തെറ്റും അടിച്ചേൽപ്പിച്ചത് കൊണ്ട് ഒരു പക്ഷെ അവർക്ക് അവിടെ എത്താൻ പറ്റാഞ്ഞിട്ടായിരിക്കും. അപ്പൊ അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുക. വത്തഖൂ യൗമൻ, ആ ദിവസത്തിനെ സൂക്ഷിക്കുക. ആ ദിവസം നമുക്ക് എന്താണ് ഒന്നും എന്താണ് ഉണ്ടാവൂല അല്ലെ. എന്തല്ലാതെ വലിക്കുല്ലി ദറജാത്തും മിമ്മ അമിലു, ഓരോരുത്തർക്കും അവർ പ്രവർത്തിച്ചതിനൊത്ത പദവികളാണ് ഉണ്ടാവുക. സൂറത്ത് അഹ്കാഫ് 19-ാമത്തെ ആയത്ത്. അപ്പൊ അവിടുത്തെ റാങ്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ ആക്ഷൻ ആണ്. അപ്പം ഇവിടെ എത്രത്തോളം കളക്ട് ചെയ്യാൻ പറ്റുമോ, അത്രത്തോളം അവിടെ നമ്മളുടെ പദവികൾ ഉയരും. ഇന്നലെ നമ്മൾ ഖുർആന്റെ കാര്യത്തിൽ പറഞ്ഞല്ലേ, നമ്മൾ എത്രത്തോളം ഓതുന്നോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓതി നമ്മളോട് പദവികൾ ഉയർത്തിക്കൊള്ളാൻ പറയും. അപ്പം വളരെ കുറച്ച് എനിക്ക് ഇത്രയൊക്കെ മതി എന്ന് വിചാരിച്ച് ചെയ്തവർക്ക് അത്രയും ഉണ്ടാവും. എനിക്ക് ഇനിയും ചെയ്യണം എന്ന് വിചാരിച്ചവർക്ക് അത്രയും ഉണ്ടാവും. എനിക്ക് മാക്സിമം ചെയ്യണം എന്നുള്ള വിചാരിച്ചവർക്ക് അത്രയും ഉണ്ടാവും. നന്മയ്ക്ക് പകരം തിന്മകളാണ് ചെയ്യുന്നതെങ്കിൽ ദറജാത്തിന് പകരം ദറക്കാത്താണ് ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അങ്ങനെയുള്ള ഒരു മോശപ്പെട്ട ഒരു ദിവസത്തിൽ നിന്ന്. ആമീൻ. اللهم إني عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم آت نفسي تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.